കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മൂന്നാമത്തെ രാത്രിയും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തിരുവനന്തപുരത്തിലെ ചുറ്റുപാട് കൂടിയിരുവാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 രാത്രികളിൽ നാം തുടർച്ചയായ ദൈവവചനത്തിൽ നിന്ന് വിചിന്തനം ചെയ്തത് നമ്മുടെ ആത്മജീവിതത്തിന് നല്ലൊരു പ്രചോദനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മൂന്നാമത്തെ രാത്രിയും അതേ തുടർന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അടിസ്ഥാന ഉപദേശങ്ങൾ പ്രധാനമായിട്ടും 7 എണ്ണമാണെന്ന് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നുണ്ടല്ലോ. നമുക്ക് 8 ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ. ഓരോ ദിവസം ഓരോ നിർത്താൻ ഒരു ദിവസം എക്സ്ട്രാ കിട്ടുമായിരിക്കും എന്നൊക്കെ നമുക്ക് കണക്കൂട്ടാൻ സാധ്യതയുണ്ട്. ഓൾറെഡി 2 ദിവസം ഒരു വിഷയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് 3-ാമത്തെ ദിവസം അടുത്തതിലേക്ക് തന്നെ കടക്കും എന്ന് ന്യായമായി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അങ്ങോട്ട് കടക്കാം. എന്നാൽ ഞാൻ സംബന്ധമായി അല്പസമയം കൂടെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും വ്യാകരിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ആരംഭം ശരിയായാൽ ബാക്കിയെല്ലാം ശരിയാകും. നല്ലൊരു അടിസ്ഥാനം ഇട്ടാൽ ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി നടക്കാൻ ഇടയായിത്തീരും. നമുക്ക് പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഇനി ആരംഭം വേണ്ടതുപോലെ നന്നായി ചെയ്യുവാൻ കഴിയാതെ പോകുന്നതാണ്. കാരണം കേൾക്കണേ, നമ്മുടെ ഭൗതികമായ ജീവിതം വളരെ പ്രശ്നസങ്കുലിതമാണ്. Especially modern life is very complex with so many problems. See, relationships are more complex. A modern man is able to accomplish many times more what his counterpart could do a few decades back. അല്ലേ, തോന്നുന്നില്ലേ? ഒരു 1970-കളിൽ ചെയ്തതിന്റെ ഒത്തിരി മടങ്ങ് കൂടുതൽ കാര്യം നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരാളുടെ ശരാശരി സാധാരണ യാത്ര ഒരു 20 കിലോമീറ്റർ ആണെങ്കിൽ പേരുന്നതായി ഇല്ലേ, 10 times more he travels. And the quantum of labor he turns out, that also has at least increased tenfold. So the number of people he meets with in a day's time has also increased. Complexities, problems, tension, professional tension എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. Competition. See, people are trying their level best to keep abreast. ഈ ലെവലിൽ നിൽക്കണമെങ്കിൽ തന്നെ ഭയങ്കര പാടല്ല. കോംപ്ലക്സ് സിറ്റുവേഷൻസ് വി ആർ ഫേസിങ്. അങ്ങനെ ടെൻഷനായിരിക്കുമ്പോൾ നമുക്ക് മറ്റ് പലതിനെ കുറിച്ചും ചിന്തിക്കാൻ സാവകാശമില്ല. കേൾക്കണേ, ഈ ടെൻഷനായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എങ്ങനെയെങ്കിലും ഈ ടെൻഷനിൽ നിന്നുള്ള ഒരു ആശ്വാസവും ഇപ്പോഴത്തെ ആ പ്രതിസന്ധിയിലുള്ള ഒരു വിടുതലും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ എവറി പേഴ്സൺ ടു സാക്രിഫൈസ് ദി അൺസർട്ടൻ ഫ്യൂച്ചർ ഫോർ ദ ഷുവർ പ്രസന്റ്. ഇല്ലേ, ഇപ്പോ പ്രസന്റ് വർത്തമാനകാലം വളരെ ഷുവറാണ്. ഈ ഷുവറായിട്ടുള്ള വർത്തമാനകാലം അതിനുവേണ്ടി അൺസർട്ടൻ ഫ്യൂച്ചറിനെ സാക്രിഫൈസ് ഇഗ്നോർ ചെയ്യാറുള്ളത് സ്വാഭാവികമാണ്. ഞങ്ങൾ ഒരിക്കലും പരസ്യവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരക്കരടുത്ത് വളരെ സ്വദേശിയായ ഒരു സീവൈഡ് ആണെങ്കിൽ പാസ്റ്റർ എന്ന പാസ്റ്ററാണ്. ഞങ്ങൾ തെറ്റാണ്. അദ്ദേഹത്തോട് നമ്മൾ പരസ്യത്തിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ഭയങ്കര മുച്ചാമല നൗടികം ഒരു വലിയ മീശയും ഒപ്പം മീശയൊക്കെ വെച്ചിട്ട് പറയാം. ശക്തികളുടെ സ്വഭാവത്തിലായിക്കോട്ടെ ഈ പ്രവേശനം അതിനുപയോഗം പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. ശക്തി കഴിഞ്ഞുള്ള അൺസർട്ടൻ കാര്യമാണ്. അത് നിൽക്കാം ഇവിടുത്തെ നിന്നുകൊണ്ടേ പറ. മനസ്സിലായില്ലേ? ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇപ്പോഴത്തെ വേണ്ടി ഭാവിയെ സാക്രിഫൈസ് ചെയ്യാൻ മനുഷ്യൻ തയ്യാറില്ല. അതാണ് ഒരു സാധാരണ മനുഷ്യന്റെ പ്രകൃത സ്വഭാവം. അതാണ് ഇറ്റ്സ് നാച്ചുറൽ ഫോർ എ നാച്ചുറൽ മാൻ, എ കോമൺ മാൻ. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മള് നിത്യതയ്ക്ക് വേണ്ടി വർത്തമാനത്തെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്നവരാണ്.
സമ്മതിച്ചോ? സമ്മതിച്ചില്ല. Did you follow me? Okay. Follow the guide. Okay. Good. I am legible and clear. But ഞാൻ പറയുന്നത് തിരിയുന്നുള്ള എല്ലാവർക്കും ഫോളോ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, തിരിയുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ സാധാരണ മനുഷ്യർക്ക് വ്യത്യസ്തരാണ്. നമ്മൾ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ്. ഈ ലോക മനുഷ്യൻ ഇപ്പോഴത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഈ ലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ നിത്യതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫസ്റ്റ് ചുമട് ശരിയായിരിക്കണം. താൽക്കാലികമായതിനെ തള്ളി നിത്യമായതിലേക്ക് തിരികെയാണ്. ലൗകികമായതിനെ വിട്ട് സ്വർഗീയമായതിലേക്ക് തിരികെയാണ്. സ്വയത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരികെയാണ്. ശരിയല്ലേ? ജഡികമായതിൽ നിന്ന് ആത്മീയമായതിലേക്ക് തിരികെയാണ്. ആ തിരിച്ച് നമ്മളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ബാക്കി ദൈവദിനം പഠിപ്പിക്കുന്ന ഉപദേശങ്ങളും ഗ്രഹിക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ അടുത്ത ചുവടുകളിലേക്ക് പോകുമ്പോൾ അത് സ്വാഭാവികമായ അനുസരണത്തിന്റെ വഴിയാകുള്ളൂ. അവിടെ സ്വാർത്ഥതമാണ്. ഞാനിതിനോട് പറഞ്ഞത് സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്ന് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിലേക്ക് മാറണം. സ്വയ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാറണം. എനിക്ക് വേണ്ടി ദൈവം എന്നുള്ളതിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ഞാൻ എന്ന നിലയിലേക്ക് മാറണം. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സ്വയ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്നും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്റെ ജീവിതത്തിന് ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട, എന്റെ കാര്യത്തിൽ ഒന്നും വേണ്ട എന്ന് ചിന്തിക്കരുത്. അങ്ങനല്ല, അത് അസെപ്റ്റിസിസമാണ്. അവര് പറയുന്നത് മോർട്ടിഫൈ ദ ഫ്ലഷ് ടു ബ്യൂട്ടിഫൈ ദ സ്പിരിറ്റ്. ശരീരത്തെ പീഡിപ്പിച്ച് ആത്മാവിനെ പോഷിപ്പിക്കുകയാണ്. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ശരീരപീഡനത്തിന്റെ അസെപ്റ്റിസിസം അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കേൾക്കണേ, ശാരീരിക മണ്ഡലത്തിൽ ഭൗതിക മണ്ഡലത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ ഓരോന്നും ചെയ്യുമ്പോഴും നമുക്ക് പറയാൻ കഴിയണം, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. വൈ ഡു യു ഈറ്റ് ഗുഡ് ഫുഡ്? നീ എന്തിനാ നല്ല ഭക്ഷണം കഴിക്കുന്നത്? ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നീ എന്തിനാ നല്ല വേഷം ധരിക്കുന്നത്? ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നീ എന്തിനാ നല്ലൊരു വണ്ടി മേടിക്കുന്നത്? ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. കൂട്ടുണ്ടോ എല്ലാവരും? എന്തിനാ കുഞ്ഞിനെ നല്ല കോഴ്സിൽ വിട്ട് പഠിപ്പിക്കുന്നത്? ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഓരോന്നിനോട് കൂടെയും ദൈവത്തിന്റെ മഹത്വത്തിനെന്ന് പറയാൻ കഴിയണം. സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. നമ്മുടെ ജീവിതമാകുന്ന മന്ദിരത്തിൽ ഓരോ ഘടകവും ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം എന്ന് പറയത്തക്കതുപോലെ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് യെഹെസ്കേൽ പുസ്തകത്തിൽ നമുക്കറിയാം ഒരു മാതൃകാ ദൈവാലയത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ മാതൃകാ ദൈവാലയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഓരോന്നിന്റെ മേലും യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ ചെറുതും വലുതുമായ കാര്യത്തിന്റെ പേരും യഹോവയ്ക്ക് വിശുദ്ധം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ടതെന്നർത്ഥം. വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ടത്. That's what is meant by വിശുദ്ധം. സ്തോത്രം. നേരെ കിട്ടുന്നതനുസരിച്ച് അങ്ങോട്ടൊക്കെ പോകാം. ഇതുകൂടെ തന്നെ യഹോവയ്ക്ക് വിശുദ്ധം. നമ്മുടെ വീട്ടിലുള്ള ഓരോന്നിന്റെ മേലും എഴുതാൻ കഴിയണം, യഹോവയ്ക്ക് വിശുദ്ധം. മനസ്സിലാകുന്നുണ്ടോ? യഹോവയ്ക്ക് വിശുദ്ധം. സ്തോത്രം. അതിന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം, ദൈവത്തിന് മഹത്വം എന്ന് ചൊല്ലുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ് എന്ന് പറയുന്നത്. അല്ലാതെ ലോകത്തിൽ ഒന്നും ചെയ്യാതെ ഉഴപ്പിയടിച്ച് നടക്കുന്ന, ദൈവം നോക്കിക്കൊള്ളുന്നവരെ ഉഴപ്പിയടിച്ച് നടക്കുന്ന നിരുത്തരവാദപരമായ ഒരു ജീവിതമാണെന്ന് ആരും തെറ്റായി ധരിക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കി വിശ്വസിക്കട്ടെ. സ്തോത്രം. അട്ടെ, ഞാൻ മുൻപോട്ട് പോകുന്നു. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് സഹോദരന്മാരെ നമ്മളൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ലാതെ ആരും കാര്യമായിട്ടൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല.
ശ്രദ്ധിച്ചില്ല. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അടുത്തത് അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്തോത്രം. അത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശമുണ്ടെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മാനസാന്തരം ലൗകികതയിൽ നിന്നും സ്വർഗീയതയിലേക്കുള്ള തിരിച്ചിലാണെങ്കിൽ പല സഭകളും മൊത്തത്തിൽ മാനസാന്തരപ്പെടേണ്ടതുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? ഒപ്പിക്ക് അത് വേണമെങ്കിൽ നിങ്ങളത് ചെയ്യണം. ഇന്ന് ദൈവസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്, എന്റെ കൂടെ വരണേ നിങ്ങൾ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇന്ന് പൊതുവിൽ സംഭവിച്ചിരിക്കുന്ന സഭയുടെ ലൗകികവൽക്കരണമാണ്. The church is turning back to the world. Worldliness is coming into the church. Worldliness is contaminating the pure flow of the Spirit in the church. And the Spirit of God leads to sanctification, godliness, and love for the Lord. മനസ്സിലാവുന്നുണ്ടോ? എന്ന വേദപുസ്തകം വേറൊരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്തിന്റെ ആത്മാവ്. ഗുരുതലേഖനത്തിൽ 3 ആത്മാക്കളെ കുറിച്ച് ആദ്യ അധ്യായത്തിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്ന കാണാൻ കഴിയും. മനുഷ്യാത്മാവ്, മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ ആത്മാവാണ് അറിയുന്നത് ആഴങ്ങളെ. ദൈവത്തിലുള്ളത്, ദൈവത്തിന് ആഴങ്ങളെ അറിയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. പിന്നെ ലോകത്തിലുള്ളത് അറിയാനായി നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവത്തിനുള്ളത് അറിയാനായി നാം ദൈവത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. കണ്ടോ, 3 ആത്മാക്കളുടെ കാര്യങ്ങളെ പറയുന്നുണ്ട്. 3 ആത്മാക്കളുണ്ട് കേട്ടോ. സ്തോത്രം. 3 ആത്മാക്കളുണ്ട്. മനുഷ്യാത്മാവ്, ദൈവാത്മാവ്, ദുരാത്മാവ്. ദുരാത്മാവിന് പറയുന്ന മറ്റൊരു പേരാണ് ലോകത്തിന്റെ ആത്മാവ്. ലോകത്തിന്റെ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് പിശാച് എപ്പോഴും, പിശാച് ബാധിതരായ ആളുകൾ എപ്പോഴും വികലമായി പെരുമാറുമെന്നും ഭ്രാന്ത് പിടിക്കുമെന്ന്. അത് unfailingly a possessed person, a person possessed by the spirit of the world will behave in a mad manner എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കരുത്. അങ്ങനല്ല. ലോകത്തിലെ ആത്മാവിനാൽ ബാധിക്കപ്പെട്ട ഒരുത്തൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് പെരുമാറും. ഇവിടെ തന്നെ ഭയങ്കര ഡീസന്റ് ആയിട്ട് പെരുമാറും. ഇന്ന് ലോകത്തിലുള്ള ഒത്തിരി ഗോഡ്മെൻ ഉണ്ട്. നിങ്ങൾക്ക് പറയാം. അതെ, നേരെയില്ല. Who is a God man? A God man is a person who assumes to be a divine personality with the abilities of God. Sometimes he may claim that he is an incarnation of God himself. ദൈവത്തിന്റെ അവതാരമാണെന്ന് അവകാശപ്പെടുന്ന, ദൈവിക സിദ്ധികളുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളാര്? ഒരു ഗോഡ് മാൻ. അവർ ഒത്തിരി ഗോഡ് മാൻ ഉണ്ട്. ഇന്ത്യയാണല്ലോ അതിന്റെ കേന്ദ്രം. ഒത്തിരി ഗോഡ് മാൻ ഇന്ത്യയിലുണ്ട്. പരസ്യമായിട്ട് ഇതിന്റെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. സ്തോത്രം. ഈ ഗോഡ്മാനൊക്കെ എന്ത് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഭയങ്കര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഭയങ്കര ബുദ്ധിപരമായ പ്രസ്താവനകളാണ് ചെയ്യുന്നത്. പക്ഷേ അവർ possessed by the spirit of the world. ആ സ്പിരിറ്റ് സഭയ്ക്കകത്ത് വരരുത്. ലൗകികമായ നേട്ടത്തിനുള്ള ഉപാധിയായി ആത്മീയ ശുശ്രൂഷകളെ തിരിച്ചുവിടുമ്പോൾ ആ ആത്മാവ് സഭയ്ക്കുള്ളിൽ കയറിയിരിക്കും. നമ്മളതിനെ കുറിച്ച് ജാഗ്രത പാലിക്കണം. ഏതാണ് ആത്മാവെന്നുള്ളത് തിരിച്ചറിഞ്ഞോണം. യോഹന്നാന്റെ 1 ലേഖനം 4-ാം അധ്യായത്തിൽ എന്നിടത്തൊന്ന് വായിച്ചേ. 1 John 4:1 1 യോഹന്നാൻ 4:1 ഒന്ന് വായിച്ചുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുക. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. നേരെ പോകുന്നത് 5-ാം വാക്യത്തിൽ വായിച്ചാൽ മതിയല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായിട്ട് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കും. കേട്ടോ, ലൗകികന്മാരാകിയാൽ
ലൗകികമായി സംസാരിക്കണം. അടുത്ത വാക്കോട് ശ്രദ്ധിക്കാറുണ്ട്. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. സ്തോത്രം. നോക്കണേ, ഭയങ്കര ഫോളോയിങ് ആയിരിക്കും അവർക്ക്. ഭയങ്കര ഫോളോയിങ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ടു ദ ഹോൾ പീപ്പിൾ. ജനങ്ങൾക്ക് മുഴുവൻ ഭയങ്കര ആകർഷകമായത്. സുവിശേഷം ഒരിക്കലും ജനസമ്മതിയുള്ള ഒരു തിയറി ആയിരുന്നില്ല. കേൾക്കണേ, സത്യ സുവിശേഷം സർവജന സമ്മതിയുള്ള ഒരു തിയറി അല്ല. ട്രൂ ഗോസ്പൽ ഈസ് നോട്ട് എ പോപ്പുലർ തിയറി. മനസ്സിലാകുന്ന വിശ്വസിക്കട്ടെ. അതുകൊണ്ട് സകല ജനങ്ങളെ ഉൾക്കൊള്ളിക്കാനും സകല ജനങ്ങളെ പ്രസാദിപ്പിക്കാനും എല്ലാവരുടെയും ജനസമ്മതി നേടാനും ആരെങ്കിലും താല്പര്യപ്പെടുന്നെങ്കിൽ സ്തോത്രം, അവരൊരു സ്വയശോധന ചെയ്യേണ്ട അത്യാവശ്യമുണ്ടെന്ന് ഞാൻ ദൈവോധനത്തിന് ആധികാരികതയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, സഭകൾക്ക് മൊത്തത്തിൽ മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. പല സഭകളും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് പല കൂട്ടങ്ങളും ഇന്നുണ്ടാകുന്നത്. അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു ഗോഡ്മാന്റെ ഒരു ഫിഗറിലേക്ക് അവരെ ഉയരും. നോക്കണേ, ഒറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ലൗകിക നേട്ടത്തിന് അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലിരിക്കുന്ന മനുഷ്യർ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ആ കേട്ടുകേൾവിയുടെ പുറകെ അങ്ങോട്ട് പായുകയാണ്. ഒരുവനോട് പറഞ്ഞു, എനിക്ക് അവിടെ കാര്യം സാധിച്ചു, നീയും വാ. ഓ ശരി, ഞാനും വരും. എനിക്കും അവനും സാധിച്ചു, നീയും വാ. ഞാനും വന്നു. ഓ എനിക്കും അവനും സാധിച്ചു, വാ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ അവിടെ പ്രവർത്തിക്കണമെന്ന് പരിശോധിക്കണം. ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ടെന്ന് സ്തോത്രം. ആ വിഷയം ശരിക്കും പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ അത്രയൊക്കെ പറഞ്ഞ് ഇനിയൊക്കെ പറയാൻ പോയാൽ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ വരുമല്ലോ എന്നുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ മാനസാന്തരം എങ്ങനെ ഉണ്ടാകുന്നത് കേൾക്കണേ. ഞാൻ ഇതിൽ നിങ്ങൾ പറഞ്ഞു, ദുർസ്വഭാവങ്ങളിൽ നിന്നും സൽസ്വഭാവത്തിലേക്കുള്ള തിരിച്ചിൽ ഒതുങ്ങുന്നതല്ലെന്ന് പറഞ്ഞു. അത് മറ്റുള്ളവർക്കും പറയുന്നുണ്ട്. സ്തോത്രം. ദുർമാർഗം ആരോഗ്യം എന്നാണ് ഗുണം? കുടുംബം നശിക്കുക, ഭാവി നശിക്കുക, കൊച്ചുങ്ങളെ ഭാവി പോടാ, വൃത്തിക്കൊക്കെ ജീവിച്ചാൽ നല്ലതല്ലേടാ. ആ ശരി, ആയിക്കോട്ടെ. ചിന്താഗതിയിൽ അടിസ്ഥാനപരമായി മാറ്റം വരുന്നത് പാപ ജീവിതത്തിന്റെ ലൗകിക ദോഷങ്ങളെ ഭയന്നിട്ട് മാത്രമായിരിക്കരുത്. ഒന്നുകൂടെ പറയാം, ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നത്, ദുർമാർഗ ജീവിതം ലൗകിക മണ്ഡലത്തിൽ വരുത്തുന്ന ദോഷകരമായ ഫലങ്ങളെ ഭയന്നിട്ട് അവയെ ഒഴിവാക്കാനുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ മാത്രമാകരുത്. സ്തോത്രം. വ്യക്തമാക്കാം. പാപത്തോടുള്ള, ദുസ്വഭാവങ്ങളോടുള്ള, പാപ വഴികളോടുള്ള നമ്മളുടെ ചിന്ത തന്നെ മാറണം. സ്തോത്രം. പാപത്തെ നമ്മൾ വെറുക്കണം. പാപത്തെ നമ്മൾ ഭയപ്പെടണം. We should hate and fear sin. സ്തോത്രം. ഞാൻ ഒരു സംഭവം പറയുന്നത് പിടിയിട്ടാണെന്ന് എനിക്കറിയാം, മനസ്സിലാക്കി തരാം. ഒരിക്കൽ ഞങ്ങളുടെ കുടുംബമായിട്ടൊരു ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ ഒരു വീടിന്റെ ഒരു പ്രത്യേക ഒരു നിലയിൽ ഒരു ഭവനത്തോട് ഞങ്ങൾ എത്തുക. ചിലപ്പോൾ വീടിനകത്ത് ഭയങ്കര ഒരു ശബ്ദം, ചില ആർഗ്യുമെന്റ് ഒക്കെ കേൾക്കാം. ഞങ്ങൾ നാളെ കഴിഞ്ഞിട്ട് കയറാൻ വിചാരിച്ച് ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ടും അവിടെ ഇരുന്ന മട്ടില്ല. അപ്പനും മോനും കൂടി ഇച്ചിരി ആർഗ്യുമെന്റ്, പ്രായമുള്ള അപ്പനും മോനും കൂടി. എന്നാ ശരി, ഞങ്ങൾ കയറിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അപ്പൻ ഇളയ മോനോട്, കുടുംബം സ്വത്ത് അവകാശപ്പെട്ട ഇളയ മോനോട് സംസാരിക്കുക. ഞങ്ങൾ ചെന്നപ്പോ അപ്പൻ ഞങ്ങളെ എന്റെ ദൈവദാസന്മാരില്ല, ഞാൻ ഇവരോട് പറയരുന്നു. ഞാൻ മൂത്തവനുണ്ടല്ലോ, അവൻ നക്കാപ്പിച്ച് കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്. അവിടെ തരിച്ചു പോകുമ്പോൾ ചില മണ്ണ അവൻ കൊടുത്തു വിട്ടു. ഇവന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഈ സ്വത്തുമെല്ലാം കൊടുത്തു. എന്നിട്ട് അവന് പലപ്പോഴും കയറി വരും. മൂത്തവന് അവനിങ്ങനെ കാര്യമൊന്നും കൊടുത്തില്ല, അവൻ പലപ്പോഴും കയറി വരും. ചിലപ്പോ അവനിവിടെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകും. അതിപ്പോ എന്താ ചെയ്യാനാ? ഇവരതൊക്കെ മനസ്സിലാക്കട്ടെ. അപ്പൊ മൂത്ത മോൻ ഇച്ചിരി മദ്യപരും ദുർഭാഗ്യം അഴുക്ക വഴിയിൽ നടക്കുന്ന ആളുവാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് അപ്പന്റെ കയ്യിൽ കാശ് കിട്ടിയില്ലെങ്കിൽ അനിയന്റെ കയ്യിൽ കാശ് മേടിച്ചോണ്ട് പോകും. അതും കിട്ടിയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉപകരണം എടുത്തോണ്ട് കളയും. കൊണ്ടുപോയി വിറ്റയച്ച് കല്ല് കുടിക്കും. ഇങ്ങനെയാണ് അഴുക്ക മൂത്തവൻ.
അറിയോ? ആ വേഗം വിലയുള്ള സാധനങ്ങൾക്ക് മുടി കൂട്ടിയിട്ട് പുറകിലെ പറഞ്ഞിട്ട് അവനെ പോയി. മറ്റം വന്നിട്ട് അവനൊന്നും കിട്ടിയില്ല. അവൻ്റെ ഒന്നും കിട്ടില്ല. അവിടെ ഇച്ചിരി വെള്ളമെല്ലാം ഉണ്ടാക്കി ഏതാണ്ടൊക്കെ തല്ലി ഒഴിച്ചേച്ച് അവൻ ചീത്ത വിളിച്ചിട്ട് പോയൊക്കെ കഴിഞ്ഞപ്പോൾ ഇളയ മോൻ കയറി വന്നു. മൂത്ത ആൾ പോയി കഴിഞ്ഞപ്പോൾ കയറി വന്നപ്പോൾ അപ്പനും മോനും കൂടെ ആർഗ്യുമെന്റ് ആവില്ലേ, നീ എന്തിനാണ് അങ്ങനെ ചെയ്ത്, അവർ വല്ലപ്പോഴും എന്തെങ്കിലും വേണ്ടടാ ഇവിടുന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പൻ എന്തിനാ അവന് വാതിൽ തുറന്നു കൊടുത്ത് അപ്പനല്ലേ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞ് ഇളയ മോൻ അപ്പനോട് ആർഗ്യ. ഈ ആർഗ്യുമെന്റ് സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത് ആർഗ്യുമെന്റിന്റെ ഉള്ളിൽ അപ്പം പറഞ്ഞൊരു വാചകമാണ്. അവന് ഇഷ്ടപ്പെട്ട ഭാര്യയാണത്. അതും മറ്റും തുടരുന്നിട്ട് പറഞ്ഞ് നടക്കുന്ന പണിയാണോ? അതവന് ഇഷ്ടപ്പെട്ട ഭാര്യയുമാണ്. പിന്നെ ഞാൻ അവരോട് പറയണ ഇതിന്റെ പുറകെ പോയാൽ അളവ് വിട്ടുപോയാൽ കുടുംബം മുടി, അളവ് കൂടിപ്പോയാൽ കുടുംബം മുടി. അതുകൊണ്ട് അളവ് കൂടി പോകരുത്. എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ അപ്പന് മദ്യപാനത്തെ കുറിച്ചുള്ള ആശയം കണ്ടോ? മദ്യം വരെ ദോഷമൊന്നും അല്ല, അത് ഇഷ്ടപ്പെട്ട പാനീയമാണ്. അത് അവർ കുടിക്കട്ടെ. പക്ഷേ അതിന് ദോഷഫലം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. അത്രയുള്ള അപ്പന് ഇതാണ് തെറ്റ്. ഇങ്ങനെയാ പലരും ദുർമാർഗം ഒഴിഞ്ഞിരിക്കുന്നത്. അതിനെ തന്നെ വെറുക്കണം, അതിനെ ഭയപ്പെടണം. അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്ന നൈമിഷികമായ സംതൃപ്തി അതിൽ ആകർഷിക്കപ്പെടരുത്. അതിനെ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിച്ച് നിർത്തിയാൽ എനിക്ക് അത് ജീവിതത്തിന്റെ ആസ്വാദനത്തിന് തന്നെ ഉപകരിക്കും. അത് ദോഷവഴികളിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകാതെ സൂക്ഷിച്ചാൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ, മനസ്സിലായോ? അവനങ്ങനെ നല്ല വിൽപ്പവർ ഉപയോഗിച്ച് അളവ് കൂടാതൊക്കെ നിയന്ത്രിച്ചൊക്കെ വെക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ പോലും അത് ദൈവപ്രസാദമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിശ്വസിക്കുന്നു. പാപ വഴികളുടെ ദോഷഫലങ്ങൾ ഭൗമിക മണ്ഡലത്തിൽ ഉളവാകുന്നത് ഒഴിവാക്കാനായി പാപ വഴികളെ ഒഴിച്ചു നിർത്തുന്നത് കൊണ്ടായില്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പാപത്തെ വെറുക്കണം. ചിന്താഗതി തന്നെ മാറണം. ചിന്താഗതി തന്നെ മാറണം. അതെ, അങ്ങനെയൊക്കെ ആരോഗ്യമൊക്കെ നടത്താൻ നരകത്തിൽ കളയോടാ എന്ന് പേടിച്ചിട്ടാണ് നീ പാപം ഒഴിവാക്കുന്നതെങ്കിൽ അതും ദൈവപ്രസാദമുള്ളതല്ല. You get me? പാപത്തെ നീ വെറുക്കണം. മൂക്കമ്പാമ്പിനെ പേടിക്കുന്നതിനേക്കാൾ പാപത്തെ പേടിക്കണം. മൂക്കമ്പാമ്പിനെ പേടിക്കുന്നതിനേക്കാൾ പാപത്തെ പേടിക്കണം. കേൾക്കണേ, ഒരു സങ്കല്പം പറയുന്ന മനസ്സിൽ പോകാതിരിക്കും പറയാം. കാട്ടുപിടിക്കുന്ന അടച്ചിട്ടുള്ള വീട് എന്നാലും പലപ്പോഴുമായിട്ട് ഒരിക്കലും 2 മാസം താമസിക്കണം. ചെന്നു എല്ലാം തൂത്തുറച്ചിട്ടേക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ തൂത്തുറച്ചിട്ടു. എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ ചെന്നു. ചെന്ന് പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ചു. അകത്ത് വെച്ച് കുടുംബത്ത് പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് തിരിച്ചു വന്നു. കറങ്ങാൻ വന്നപ്പോ ബെഡ്റൂമിൽ വന്നപ്പോ വിരിച്ചിരിക്കുന്ന ഷീറ്റിന് അടിയിൽ കൂടി എല്ലാം എഴയുന്ന പോലെ തോന്നി. പാമ്പാന്ന് മനസ്സിലായി. വേഗം വാതിലെല്ലാം അടച്ച് ചോടിപ്പോയി. ആൾക്കാരെല്ലാം വിളിച്ച് വടിയൊക്കെ എടുത്ത് വന്നപ്പോ ആട് മുഴുവൻ നോക്കിയിട്ടും ഒന്നിനെയും കാണാനില്ല. അന്നേരം പറയുമോ, താളന്ന് ക്ഷീണിച്ച് കയറി വന്നതാ. അത് ഒരപ്പം ഒരാൾ പറഞ്ഞു, ആ മെത്തയ്ക്ക് ഒരു ചെറിയ ഭാഗം കീറിയിട്ടോ വല്ലതുണ്ടായിരിക്കും. ആ പഞ്ഞിക്കകത്തോട്ടോ അയാൾ ഇറങ്ങിപ്പോയതായിരിക്കും. എന്നാ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഒരു ഷീറ്റ് കൂടെ എടുത്ത് മുകളിലോട്ടാക്കി ഇട്ടു. നമ്മുടെ കയറി കിടന്നേക്കാം. കയറി കിടന്ന് ഉറങ്ങൂ. അതിനെ നിങ്ങൾ ഭയപ്പെടും. അതിനെ ഭയപ്പെടുന്നതിനേക്കാൾ പാപത്തെ ഭയപ്പെടണം. Never sleep over a sin. പാപം വെച്ചോണ്ട് ഉറങ്ങരുത്. മനസ്സിലായോ? നമ്മുടെ അക്കൗണ്ടിൽ ഒരെണ്ണം തെറ്റായി കിടപ്പുണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തിയേച്ച് ഉറങ്ങാവൂ. രാത്രി കാകത്തൊലിക്കുന്ന ആരറിഞ്ഞു? അതോ നമ്മളെ വിളിക്കുന്ന ആരറിഞ്ഞു? നെവർ സ്ലീപ്പ് ഓവർ എ സിൻ. പാപം ആകർഷകമാകാം, അത് എൻജോയബിൾ ആകാം. hate it, dread it, avoid it, fear it. ചിന്താഗതി മാറണം. എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
അപ്പോൾ ലോക മനുഷ്യൻ പാപത്തെ കാണുന്നു, ഒരു ദൈവവേദന പാപത്തെ കാണുന്നു, രണ്ട് നിലയിലായിരിക്കണം. ആ ചിന്താഗതിയിലുള്ള അടിസ്ഥാനമായ മാറ്റം നമുക്ക് ഉണ്ടായേ തീരുകയുള്ളൂ. സ്തോത്രം. നമ്മുടെ ഇങ്ങനെ പാപത്തോടെ വെറുപ്പും ഭയവും നമ്മളിൽ ഉണ്ടാകുന്നത്, സ്തോത്രം, അതാണ് യഥാർത്ഥമായ മാനസാന്തരം ഉളവാകുന്നത് എന്നോട് പറഞ്ഞു. സ്തോത്രം. എന്റെ പാപം നിമിത്തം ഞാൻ യേശുവിനെ ക്രൂശുകരണം വിധിച്ചു. പത്രോസ് മാനസാന്തരത്തിനുള്ള ആഹ്വാനം കൊടുത്തത് ജനത്തിന് പാപബോധമുണ്ടായപ്പോഴാണ്. മനസ്സിലായോ? പാപബോധമുണ്ടായപ്പോഴാണ് മാനസാന്തരത്തിനുള്ള ആഹ്വാനം കൊടുത്തത്. സ്തോത്രം. അല്ലാതെ ലൗകിക ജീവിതം നാശോന്മുഖമായി പോകുന്നത് കണ്ടിട്ട് എന്നാ മാനസാന്തരപ്പെട്ടേക്കാം എന്ന ചിന്ത പോരാ. അത് തുടക്കമല്ല. പാപ ജീവിത നിമിത്തം ലൗകിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ പരിഗണിക്കുന്നത് വെറും ഒരു തുടക്കമാണ്. ആ തുടക്കത്തിൽ മുൻപോട്ട് വന്ന് നമ്മുടെ അവസ്ഥയെ കുറിച്ചുള്ള ഉത്ബോധമുണ്ടാകണം. നഷ്ടപ്പെട്ടവരാണ്, എന്റെ പാപം നിമിത്തം ഞാൻ യേശുവിനെ ക്രൂശിക്കണം വിധിച്ചവരാണ് എന്നുള്ള ആ കാൽവരുടെ ദർശനത്തിന് മുൻപാകെയാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ഉണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് മറക്കരുത്. അത് യേശുവിന്റെ രക്തം എന്റെ കൈകളിലുണ്ട്, അതിന്റെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ല. യേശുവിന്റെ രക്തം നമ്മളല്ല കൈകാര്യം ചെയ്യുന്നത്, ദൈവമാ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അതിന്റെ നന്മ അപ്രോപ്രിയേറ്റ്, നമ്മളെ സ്വായത്തമാക്കുക, നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മുടെ ഹൃദയം തുറക്കുകയും ആ രക്തത്താൽ തളിക്കപ്പെടുകയുമാണ്. We are getting sprinkled by the blood of the Lord, not that we go around sprinkling it. എന്റെ കൂടെ ഉണ്ടോ? നമ്മളൊരു ഇവിടുത്തെ മറ്റ് മതങ്ങളിലെ ആളുകൾ കാർമ്മികന്മാര് ചെയ്യുന്നത് പോലെ നമ്മളൊരു കാർമ്മിക പരിപാടി ചെയ്യുന്നതായി നമ്മൾ നടന്നുകൊണ്ട് യേശുവിന്റെ രക്തം തളിക്കുകയല്ല. തളിക്കപ്പെടാൻ നമ്മൾ നമ്മളെ സമർപ്പിക്കുകയാണ്. രക്തത്തെ ഗൗരവമായല്ലാതെ പരിഗണിക്കാൻ പാടില്ല. സ്തോത്രം. മറക്കല്ലേ, ഇന്റർനാഷണൽ നിയമമുണ്ട് കേട്ടോ. ഒരുത്തൻ കൊല്ലപ്പെട്ട് കിടക്കുന്നവന്റെ ജഡം പോലീസ് എടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മള് പട്ടിയെ പിടിച്ചോണ്ട് നടക്കാൻ ചെന്നതാ. പട്ടിയെ പിടിച്ചോ നടക്കാൻ ചെന്നപ്പോ സങ്കല്പിക്കുക, പട്ടിയെ രക്തം കണ്ട അവിടെ നിന്നു നക്കാനായിട്ട് പട്ടിയെ നമ്മൾ അനുവദിച്ചു കൊണ്ടിരിക്കട്ടെ. സപ്പോസ് വി അലൗഡ് ദ ഡോഗ് ടു ലിക്ക് ദാറ്റ് ബ്ലഡ് ദേർ. ഒറ്റ സാക്ഷി മതി. ഗുരുതരമായ കേസ. ബോധപൂർവം മനുഷ്യരക്തത്തിൽ കാൽ തൊട്ടു എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പ്രശ്നമാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഡെഡ് ബോഡി, വഴിയിൽ ഡെഡ് ബോഡി കിടക്കുക. നമ്മൾ പോകുന്നതിന് മുമ്പ് ആരാണ്ട് വണ്ടി ഇടിച്ചു, ഒരു പെഡസ്ട്രിയൻ അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നു, ചത്തു കിടക്കുക. ആള് പോയി, ചത്തു. നമ്മൾ വന്നപ്പം ആ കൈ ഇച്ചിരി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കൈ ഇച്ചിരി ഒതുക്കി വെച്ചാൽ നമുക്കത് പോകാം, അല്ലെങ്കിൽ ഒത്തിരി വടക്കിറങ്ങി വരണം. അപ്പൊ നമ്മളങ്ങോട്ട് എന്നിട്ട് കാലുകൊണ്ട് ആ കൈ പതുക്കെ നീക്കി ആ ആ ട്രങ്കിനോട് ആ ശരീരത്തോട് ചേർത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കട്ടെ. ഒറ്റ സാക്ഷി മതി. ഡെഡ് ബോഡിയെ കാലുകൊണ്ട് തൊട്ടുവന്ന് മതി. ഗുരുതരമായ കുറ്റമാണ്. ഇതെല്ലാം ഇന്റർനാഷണൽ ലോസാണ്. മനുഷ്യ രക്തത്തെ ഗൗരവമില്ലാതെ കണക്കാക്കുന്നത്. നമ്മുടെ ഇടയിൽ യേശുവിന്റെ രക്തത്തെ കുറിച്ച് വളരെ എന്തായാലും പറയണ്ടേ, ബാലിശമായിട്ടോ അതിനേക്കാൾ താഴെ ലാഘവത്തോടെ, ലാഘവത്തോടെ പരാമർശിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പാട്ടുണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ്, ഏതായാലും അത് നിന്നു. രക്താഞ്ജയം, ഓഹോ രക്താഞ്ജയം ഓർക്കുന്നുണ്ടോ? ഞാനൊരു സമയം ഓർക്കുന്നു. കുന്നുകുളത്ത് നമ്മളെല്ലാവരും യോഗം വെച്ചാൽ പറഞ്ഞാൽ വലിയ വൻകിട പരിപാടി പോലെയാണ്. 2 പാട്ട് സംഘങ്ങളുണ്ട്. ഒരു പാട്ട് സംഘം കഴിഞ്ഞാൽ അവരൊരു പാട്ട് പാടി കഴിഞ്ഞാൽ അടുത്ത പാട്ട് സംഘം അടുത്ത പാട്ട്, ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റില്ല. നല്ല പാട്ടാണ്. അത് കഴിഞ്ഞ അവസാനത്തെ പാട്ട് ഉപദേശം പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് മുമ്പുള്ള നമ്മുടെ എഴുന്നേറ്റ് എന്നുള്ള പാട്ട്, ആ പാട്ട് 2 കൂട്ടരും അപ്പുറം ഇപ്പുറം ഇങ്ങനെ മുഖാമുഖം നിന്ന്, ഒരു ബേസ് ഗിറ്റാറിസ്റ്റ്, റിതം ഗിറ്റാറിസ്റ്റ്, ഇതുപോലെ എല്ലാവരും മുഖാമുഖം നിന്ന് നല്ല തകർത്ത് പാടില്ല. അപ്പൊ അവിടെ എന്നെയാണ് പ്രസംഗിക്കാൻ വെച്ചേക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് ഇവർ 2 കൂട്ടർ ഇങ്ങനെ നിന്ന്, സ്റ്റേജ് തന്നെ ഈ സ്റ്റേജിന്റെ ഒരു 3 മടങ്ങുണ്ട്. അതുപോലെ പാടില്ല.
രക്തത്തിന്റെ മുഖാമുഖം നോക്കിയിട്ട് സഹോദരങ്ങളെ, ഞാൻ ഭയപ്പെട്ടു. ഞാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഞാൻ യേശുവിന്റെ രക്തത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വന്ന വിഷയം മാറ്റി. എഴുന്നേക്കാൻ പറഞ്ഞു നാട്ടുകാരൻ, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം, നിങ്ങൾ കേൾക്കാമോ? ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: ദൈവാത്മാവ് തന്ന ശക്തമായ പ്രേരണപ്രകാരം ഇത് കൃപായുഗമല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വേദിയിൽ ഇടുത്തി വീണേനെ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇത് കൃപായുഗമല്ലായിരുന്നെങ്കിൽ സ്വർഗം കോപിച്ചിരിക്കുകയാണ്. പക്ഷെ കാത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഹൃദയത്തിൽ നന്ദിയും ഗൗരവബോധവും, ആ രക്തത്താൽ വിജയമുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവബോധം, എന്റെ കർത്താവ് എന്റെ സ്ഥാനത്ത് മരിച്ചതുകൊണ്ട് കൃപ അപേക്ഷമാണ്. എന്റെ വീണ്ടെടുപ്പിനായി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം, ആ രക്തത്തിന്റെ നിഴലായി അടയാളമായി നിൽക്കുന്ന കർത്തൃതിരുമേശയിലെ വീഞ്ഞിൽ അയോഗ്യമായി പങ്കെടുത്താൽ മരണം വരെ സംഭവിക്കാമെന്ന് തിരുവെടുത്ത മുന്നറിയിപ്പ് തരുന്നു. ഇല്ലേ? എങ്കിൽ നാം ആ രക്തത്തെക്കുറിച്ച് ഗൗരവപൂർവമായിട്ടായിരിക്കണം പരാമർശിക്കുക. രക്തം എന്റെ കയ്യിലുണ്ട്. ആ പരാമർശമാണ് ജനത്തിനിടയിൽ പാപബോധം ഉണ്ടാക്കിയത്. ഞങ്ങൾ എന്ത് വേണം? മനസ്സാന്തരപ്പെടാൻ. സ്തോത്രം. നമുക്ക് ആ ഉൾബോധം, നമ്മൾ പാപിയാണെന്നുള്ള, പാപത്തിൽ നഷ്ടപ്പെട്ടവരാണെന്നുള്ള ആ ഉൾബോധം നമുക്കുണ്ടാകണം. സ്തോത്രം. പാപത്തിന്റെ സർവ്വവിധ ശിക്ഷയ്ക്കും ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. സ്തോത്രം. Death is decreed on me. വേദപുസ്തകം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രവാചക പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. പാപത്തിന് 18:20 പാപത്തിന് ശമ്പളം വായിച്ചാൽ മതി. റോമൻസ് 6:21 വായിച്ചാൽ മതി. റോമർ 6:23 പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. വളരെ നന്നായി രണ്ടും ചേർത്ത് പറഞ്ഞുള്ളത് എത്ര ആശ്വാസം. പാപത്തിന് ശമ്പളം ഒന്ന് ശമ്പളമാണ്, മറ്റത് കൃപാദാനമാണ്. ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകം ഇസ്രായേൽ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമുക്ക് എപ്പോഴും പറയാനുള്ള പരാതി, നമുക്ക് യോഗ്യമായത് കിട്ടുന്നില്ലെന്ന്. ഐ ആം നോട്ട് ഗിവൺ മൈ ഡ്യൂ. എന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള പൊസിഷൻ ഇല്ല, ശമ്പളം ഇല്ല. എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾക്കും ശുശ്രൂഷയുടെ പ്രാവീണ്യത്തിനും അനുസരിച്ചുള്ള അംഗീകാരം സഭയിൽ നിന്ന് കിട്ടുന്നില്ല, പൊതുവിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ എന്റെ യോഗ്യതയ്ക്കനുസരിച്ച് കുടുംബത്തിലോ സമൂഹത്തിലോ എനിക്ക് അംഗീകാരം കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് എപ്പോഴും പറയാം. യോഗ്യതയ്ക്കനുസരിച്ച്, എന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ഒന്നും കിട്ടുന്നില്ല. ആ ദേവദാസൻ ഇത് പറഞ്ഞു, എന്നാൽ ദൈവം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണ, നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് തരുന്നില്ലെന്നുള്ള. എന്താ അർഹതപ്പെട്ടത്? അർഹതപ്പെട്ടത് തരാതെ കൃപ കൊണ്ട് അവിടെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. God intervenes into our lives with grace. എന്താണ് പാപത്തിന് ശമ്പളമായ മരണം? നമുക്കറിയാമല്ലോ. സ്തോത്രം. അടിസ്ഥാനപരമായ കാര്യമായതുകൊണ്ട് ഒരു വ്യക്തിയെങ്കിലും ഇത് മനസ്സിൽ ഉൾക്കൊള്ളാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതാണല്ലോ ആവശ്യം. ഞാൻ ചില കാര്യം പറഞ്ഞോട്ടെ. പാപത്തിന് ശമ്പളമായ മരണം 3 വിധമാണ്. നമുക്കറിയാം. എന്താണ് മരണം? വേദപുസ്തകത്തിൽ പറയുന്നത് മരണം. എന്താണ് മരണം? ഒറ്റ വാക്കിൽ മരണത്തിന് നിർവചനം പറയാം. മരണം എന്നതിന് വേറെ ഒറ്റ വാക്കിൽ അർത്ഥമുണ്ട്. മരണം മീൻസ് സെപ്പറേഷൻ. ഡെത്ത് മീൻസ് സെപ്പറേഷൻ. മരണം എന്നാൽ വേർപാട്. മരണം എന്നാൽ ഇല്ലാതാകുകയല്ല. മരണം എന്ന വാക്കിൽ ഒറ്റ വാക്കിൽ അർത്ഥം വേർപാട്. മരണം വേർപാടാണ്. സ്തോത്രം. ജീവനോ? മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. മരണം വേർപാട്, ജീവൻ കൂട്ടായ്മ, ഫെലോഷിപ്പ്. Death is separation and life is fellowship.
When we say that in Jesus Christ we have eternal life, what does it mean? Listen dear ones. When we say that in Jesus Christ we have eternal life, what does it mean? Does it mean that we will never die? We may feel like asking, the apostles died? Then how can we say that in Jesus Christ we have eternal life? Is it that we may never die? No. It means that in Jesus Christ we have eternal, unending fellowship with God. All other fellowships will come to an end with death. Now, see, when we die, we bid adieu, we bid farewell to everybody. Nobody can come after us. However dear they are to us. They will say, bye dear Charles, see you on the other shore. Bye, see you on the other shore. Separation. But fellowship, but life is fellowship. But in Jesus Christ, we have eternal life. Means in Jesus Christ we have a fellowship which will never end. Even when we pass through the shadow of the valley of death, Jesus is with us. Understand me? He is with us. It's a fellowship, it's a companionship, it's a friendship which never ceases, which never ends. It continues. That is what is meant by the statement that in Jesus Christ we have eternal life. So death is separation and life is fellowship. In Jesus Christ we have fellowship, eternal fellowship, all the fellowships and friendships and with death. But in Jesus Christ we have a never-ending fellowship. Continue. So 3 types of death. That means 3 types of separation. What is the first? The first is spiritual death. And the second is physical death. And the third is eternal death. All these 3 are separations. Separation. Spiritual death is getting separated from God. Physical death is getting separated from the body, from the world, from the new ones. And eternal death is getting separated from everybody and from all hopes. Eternally, there's no more hope of any fellowship anymore. ഒരിക്കലും പിന്നെ ഒരു ബന്ധവുമില്ലാതുള്ള നിത്യമായ വേർപാടാണ് നിത്യമായ മരണം. എൻ്റെ കൂടെ വരണേ. സ്തോത്രം. നരകത്തെ കുറിച്ചൊക്കെ ഒരു 2-3-4 മണിക്കൂർ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ചേരും പിടിക്കും. നമ്മുടെ മനസ്സ് ഒത്തിരി ഇറങ്ങൊക്കെ ആയിരിക്കണം. എല്ലാവരും ഉപ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് ഇട്ടേക്കുന്ന പോലെ ഒരു കുഴിക്കകത്ത് തീ കൂടെ കൂട്ടി ഇട്ടേക്കാന്ന പലരുടെയും ചെയ്യുന്നത്. അങ്ങനല്ല. സെപ്പറേഷനാണ് പ്രധാനം. ഒറ്റയ്ക്ക് നമ്മുടെ വിധിയോർത്ത് മഴിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നരകം എന്ന് പറയുന്നത്. എന്റെ കൂടെ പറഞ്ഞേ, അത് സെപ്പറേഷനാണ്. അപ്പോൾ ഫിസിക്കൽ സ്പിരിച്വൽ ഡെത്ത് ഒന്നാമത്തത്, ആത്മീയ മരണം. നമുക്കറിയാമല്ലോ ഏതെങ്കിലും സംഭവിച്ചു. കേൾക്കണേ, ചില നിങ്ങൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആളുകൾ പഴയ ചില പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കൊണ്ടുവന്ന് കാണിച്ചേക്കും. സാത്താൻ സത്യം പറഞ്ഞു, യഹോവ നുണ പറഞ്ഞു. God told a lie, Satan told the truth എന്ന് പറഞ്ഞു. ഒരു ബുക്കായിട്ട് ഒത്തിരി സ്കൂൾ കോളേജ് തലങ്ങളിൽ ഒത്തിരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ ചത്തില്ലല്ലോ, 930 വർഷം ജീവിച്ചില്ല. മനസ്സിലായല്ലോ എന്ന് പറയും. സാത്താൻ എന്ന് പറയാൻ ചാൻസില്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരവേ അവിടെ മരിച്ചു. എന്താണ് സെപ്പറേഷൻ? They got separated from God. ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. തലേന്ന് ദൈവം വന്നപ്പോ ഇവർ ഓടിച്ചെന്നാ. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാക്കി ഓടിച്ചു. അതുകൊണ്ട് ഇന്ന് രക്ഷിക്കപ്പെടാത്തവരെല്ലാം മരണത്തിലാ. അതാണ് സ്തോത്രം. പൗലോസ് ഗുരുതരത്തിൽ പറയുന്നുണ്ട്, അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. കേൾക്കണേ, മനുഷ്യർക്കൊക്കെ ചാകട്ടെ എന്നുള്ള ചിന്തയാണ്. അല്ലയോ, കുരുത്തക്കേട് കാണിച്ചപ്പോ അമ്മ പിടിച്ചൊരടി വന്നതാണ്. അന്നേരവും പറയുന്നുണ്ട്, തല്ലിക്കൊല്ല ചത്തുപോട്ടെ. ഞാൻ ചാകട്ടെ എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? രാജാവ് മുതൽ ഭിക്ഷക്കാരൻ വരെ പറയും.
കേട്ടാ മതി. എന്റെ കൂടെ ഉണ്ടോ? മക്കളെ പറയല്ലേ, അത് രക്ഷിക്കപ്പെടാത്തതിന്റെ വാക്കാം. ഇനി നമ്മുടെ വാക്കല്ല. അതാണ് ഡെത്ത് വിഷ് ഉണ്ട്. ഡെത്ത് വിഷ്, മനുഷ്യനൊരു ഡെത്ത് വിഷ് ഉണ്ട്. ചത്താ മതി എന്നൊരു ചിന്തയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? മരണം വാഴുകയെങ്ങനെ? പാപത്തിലായവിടെ മരണം ഇങ്ങനെ വാഴുകയാണ്. എന്റെ കൂടെ എവിടെ എല്ലാവരും സ്തോത്രം. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനല്ല. അതാണ് എഫേസ്യർ 2:1 എഫേസ്യർ 2:1 മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കണ്ടോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണെന്ന് നമ്മളെ അവൻ ഉയർപ്പിച്ചത്. എഫേസോസിൽ ലാസറിനെ പോലെ ഉയർത്തുന്നവരില്ലായിരുന്നു, പക്ഷെ ഉയർപ്പിച്ചു. മത്തായി 8:22 വായിച്ച്, മത്തായി 8:22 അവിടെ നമുക്ക് തന്നെ ആശയം കാണാൻ കഴിയും. യേശു കർത്താവ് തന്നെ പറഞ്ഞതാ. സ്തോത്രം. വായിച്ച് മത്തായി 8:22. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. യേശു എന്താ പറഞ്ഞു? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. അതിന്റെ കർത്താവ് പറഞ്ഞത്, ഇപ്പൊ ചത്ത ശവം കുഴിച്ചിടാൻ നേരത്തെ ചത്തമായ കാരണവന്മാർക്ക് തിരിച്ചു വരാൻ ഒക്കെയല്ല. ഇതിന്റെ കർത്താവ് എന്താ പറഞ്ഞത്? ആത്മീയമായി മരിച്ചിരിക്കുന്നവർ ശാരീരികമായി മരിച്ചവരെ കുഴിച്ചിടട്ടെ. ആത്മീയമായി മരിച്ചിരിക്കുന്നവർ ഞാൻ ദൈവവുമായി വ്യക്തിബന്ധമില്ലാതെ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടിരിക്കുന്നവർ അവരെ ശവസംസ്കാരമൊക്കെ ചെയ്യാൻ അവർ മതി. പക്ഷെ സുവിശേഷം പ്രസംഗിക്കാൻ ആദ്യമായി ജീവൻ പ്രാപിച്ചവർ വേണം. അപ്പോൾ മകളെ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതാണ് കൊരിന്ത്യർക്ക് 2 വാക്യം കൊടുത്ത് വായിച്ചാല്, കൊരിന്ത്യർക്ക് 2 അധ്യായം 15-16. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകും. 2 ഗ്രൂപ്പ്. ഒന്ന് രക്ഷിക്കപ്പെടുന്നവർ, നശിക്കുന്നവർ. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. കണ്ടോ സ്തോത്രം. 2 ഗ്രൂപ്പ്. രക്ഷിക്കപ്പെടുന്നവർ, നശിക്കുന്നവർ. ഒരു കൂട്ടർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, മറ്റവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. മരണം വേർപാട്, അകലത്തിൽ നിന്നും അകലങ്ങളിലേക്ക് പോകുക. നമുക്കോ കൂട്ടായ്മയിൽ നിന്ന് കൂട്ടായ്മയുടെ അടുത്ത വഴിയിലേക്ക് പോവുക. മകനെ, പാപം നിമിത്തം നമ്മൾ അകന്നുപോയവരാണ്, മരണത്തിൽ വിജയപ്പെട്ടവരാണ്. സ്തോത്രം. എന്റെ കൂടെ വരണേ. സ്തോത്രം. നോക്കുക സഹോദരങ്ങളെ, സ്തോത്രം. ദൈവം നമ്മളെ അടുപ്പിച്ചു. അപ്പൊ നമ്മൾ മരണത്തിന് വിധേയരാകുമ്പോൾ നമ്മുടെ ആളത്വത്തിലെ 3 ഘടകങ്ങൾ, ഒരു ഘടകം ചാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ആത്മാവ്, ദേഹി, ബാക്കി പറയാം മക്കളെ, നിങ്ങൾ പറയാം. ആത്മാവ്, ദേഹി, സ്പിരിറ്റ്, ബോഡി. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. 3 കമ്പോണൻസ് ആണ് മനുഷ്യനിൽ. വി ആർ കമ്പോസ്ഡ് ഓഫ് 3 കമ്പോണൻസ്. 1 ആത്മാവ്, 2 ദേഹി, 3 ദേഹം. അങ്ങനെ പറയാമെന്നല്ലോ. ബൈബിളിലെ വാക്യങ്ങളും വായിച്ചത്. 1 Thessalonians 5:23. 1 Thessalonians 5:23 എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. 1 Thessalonians 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമ്പോൾ കാക്കപ്പെടുമാറാകട്ടെ. കണ്ടോ, 3 ഘടകങ്ങൾ. ആത്മാവും പ്രാണനും ദേഹവും. അതുകൊണ്ടാണ് തിയോളജിയൻസ് പറയുന്നത്, തിരിച്ചു പറയുന്നത്. നമ്മുടെ സാധനം ദേഹം, ദേഹി, ആത്മാവെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതുകൊണ്ട് തുടങ്ങുക. പക്ഷെ തിരിച്ചേ പറയാം. ആത്മാവിനായിരിക്കും എപ്പോഴും 1ാം സ്ഥാനമാണ്. ആത്മാവും ദേഹിയും ദേഹവും. അതുപോലെ തന്നെ ഹീബ്രൂസ് 4:12 കൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ നേരം പോയല്ലോ. ഹീബ്രൂസ് 4:12 ഇത് തന്നെ പറയുന്നത് 3 ഘടകങ്ങളാണ്. കേട്ടെ സ്തോത്രം. നമ്മുടെ അവസ്ഥ എന്താണെന്നും എന്തുകൊണ്ട് മാനസാന്തരം വേണമെന്ന് ഞാനത് പറഞ്ഞിരിക്കുക. എന്റെ കൂടെ വരട്ടെ. സ്തോത്രം. 2ാമത്തെ ഉപദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. എന്റെ കൂടെ വരിക. സ്തോത്രം. ചത്തിരിക്കുക നമ്മുടെ കാര്യം ഗതികേടില്ല സഹോദരങ്ങളിൽ. സ്തോത്രം. കൂടെ ഉണ്ടോ എല്ലാവരും? മരിച്ചിരിക്കുക. നമ്മുടെ എന്ന് പറഞ്ഞ 3 ഘടകങ്ങൾ. ആത്മാവ്, ദേഹി, ദേഹം. അറിയാവുന്ന പോലെ ആദ്യം പറയാം. എന്താ ഈ ദേഹം എന്ന് പറഞ്ഞാൽ? ഏത് ബേസിക് ടീച്ചിങ്ങിലും ഇത് നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ദേഹം മണ്ണിൽ നിന്നെടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെ കുറിച്ച് തന്നെ ബോധപ്പെടുത്തുന്നതും മണ്ണിലേക്ക് മടങ്ങുന്നതുമാണ് ദേഹം. The body is taken from the earth. It is nourished by the earth. It makes us conscious of the earth, and to earth it protects. Whatever we eat, we are eating mud. മണ്ണാ തിന്നുന്നത്. ഐസ്ക്രീം തിന്നത് എന്താ? It's mud. മണ്ണാ. നമ്മുടെ ശരീരം മണ്ണിൽ നിന്ന് എടുത്ത മണ്ണിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, വിശദീകരിക്കുന്നില്ല. കണ്ടുകൊണ്ട് കാണുന്നു, മൂക്കിട്ട് നടക്കുന്നു, നാവുകൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു. We become conscious of the world with the body. ശരീരം കൊണ്ടാണ്.
ദൈവത്തിൽ നിന്ന് വന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും ദൈവത്തെ കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും മരിക്കുമ്പോൾ അങ്ങ് ദൈവസന്നിധിയിൽ ചെല്ലേണ്ടതുമാണ്. മനസ്സിലായില്ലേ? It's with the spirit that we become conscious of God. Spirit has come from God. God who is spirit and the source of all spiritual life. God, after forming Adam with the man of the ground, breathed into his nostrils the breath of life. ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ ജീവശ്വാസം ഉൾക്കൊണ്ട മനുഷ്യൻ ആത്മാവുള്ളവനായി. ആത്മാവായ ദൈവത്തിന്റെ ആത്മചൈതന്യം മനുഷ്യൻ കടന്നു. അങ്ങനെ സ്തോത്രം. ആത്മാവായ ദൈവത്തിൽ നിന്ന് ആത്മചൈതന്യം മനുഷ്യൻ പ്രാപിച്ചു. അപ്പോൾ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നത്, അതിന്റെ പോഷണം ദൈവവചനം. ദൈവവചനം യേശു പറഞ്ഞില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് ഭയപ്പെടുന്ന സകലവചനം കൊണ്ടും ജീവിക്കുന്നു. അതിനുകൊണ്ട് ജീവിക്കുന്നു. ചാവുമ്പോ ദൈവത്തെ കുറിച്ച് ബോധപ്പെടുത്തുന്നു. ചാവുമ്പോ അങ്ങ് ചെല്ലാനുള്ളതാണ് നമ്മുടെ ആത്മാവ്. സ്തോത്രം. 3, ദേഹി. ദേഹി സ്വയബോധം തരുന്നതാ. സ്വയബോധം തരുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സ്, ഹൃദയം അല്ലെങ്കിൽ വിചാരം, വികാരം, ഇച്ഛാശക്തി, മനസാക്ഷി, 4 ഘടകങ്ങളാണ്. ഇപ്പൊ ഞാൻ ഇതൊക്കെ എനിക്കറിയാം. എന്റെ പേര് തോമസ്, ഞാൻ ഉപദേശിയാണ്. ഇവിടെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയം ഇത്രയായി, എന്നിട്ട് വരെ പോകണം. ഞാൻ പ്ലാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാ വന്നിരുന്നേ. ഐ ആം സെൽഫ് കോൺഷ്യസ്. നിങ്ങൾക്കറിയാം ഏതാണെന്നറിയാം. മനസ്സിലായില്ലേ? സ്തോത്രം. ആ സെൽഫ് കോൺഷ്യസ് ആക്കുന്ന ഘടകമാണ് ദേഹി. ദേഹി. സ്തോത്രം. നോക്കണേ, അപ്പോൾ ബോഡി മേക്സ് us world conscious, spirit makes us God conscious, and the soul makes us self conscious. ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു, ദേഹി കൊണ്ട് സ്വയത്തെ അറിയുന്നു. നോക്കണേ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ 3നും കുഴപ്പം പറ്റി. എങ്ങനെ? 3നും കുഴപ്പം പറ്റി. ശരീരത്തിലാണ് ആദ്യം അത് വെളിപ്പെട്ടത്. എന്ത് പറ്റിയെന്നറിയാമോ? സ്തോത്രം. തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട മനുഷ്യനെ ചുറ്റിയിരുന്ന തേജസ് പോയി. മനുഷ്യന് വേറെ വസ്ത്രം വേണ്ടായിരുന്നു. ആദാമും ഹവ്വയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് വേറെ വസ്ത്രം വേണ്ടായിരുന്നു. They did not need other clothing because they were clothed in glory. തേജസ് ചുറ്റിയേക്കുമായിരുന്നു അവരെ. കൂടെ ഉണ്ടോ എല്ലാവരും? ഒരു ബൾബ് കത്തി നിൽക്കുമ്പോൾ അതിനകത്തെ കമ്പി നമുക്ക് കാണത്തില്ല. കാര്യം എന്താ? പ്രകാശം ആ കമ്പിക്ക് ആവരണമാണ്. ഓർമ്മ കമ്പി തെളിഞ്ഞു വേണം. ഇതുപോലെ പ്രകാശം പോയി നഗ്നരെന്ന് കേട്ടോ. അയ്യോ, അത്യന്തം ചരയാടുണ്ടാക്കി. കണ്ടോടെ കണ്ടോടെ തേജസ് പോയി. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യനറിയാൻ ഇരിക്കേണ്ട പോലല്ല ഇരിക്കുന്നത്. ഞാൻ ഷൈൻ ചെയ്യേണ്ടതാണ് ഇല്ലേ? അതാ ഷൈൻ ചെയ്യാൻ വലിയ പ്രള മനുഷ്യൻ കാണിക്കുന്നത്. വിശുദ്ധന്മാരും വിശ്വസിക്കപ്പെടുന്നവർ പണം വരയ്ക്കുമ്പോൾ തലയ്ക്ക് ഒരു ഹെയിലോ പരിവേഷം, ഹെയിലോ, ഓറ, ഓറ, ഓറ വരച്ചു വെക്കത്തില്ലേ? അത് അവർക്ക് തന്നെ എല്ലാ മനുഷ്യന്മാർക്കും മൊത്തത്തിൽ ഉണ്ടാകാനാ ദൈവം ഒറിജിനലി ഡിസൈൻ ചെയ്തത്. പാപം ചെയ്തപ്പോൾ അത് പോയി. അങ്ങനെ ശരീരം ബലഹീനമായി. ഒരുത്തൻ 5 അടി, ഒരുത്തൻ 6 അടി, ഒരുത്തൻ 4 അടി, ഒരുത്തൻ തണുത്തു, ഒരുത്തൻ വിളറി, ഒരുത്തൻ മഞ്ഞളിച്ചു. മനസ്സിലായില്ലേ? ചോദിച്ചു നമ്മൾ ഈ പരുവത്തിലുണ്ട്. ശരീരം ബലഹീനമായി. യേശു കർത്താവ് കണ്ടോ? അതുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാം. ഞാൻ പറഞ്ഞ ആശയം കൂടെ വ്യക്തമാക്കി തരാം. എന്റെ പൊന്നു കർത്താവ് ഇവിടെ വന്നപ്പോഴേ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. പാപജടത്തിലല്ല, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ. പ്രോമാലയം 8-ാം അധ്യായം 2 വായിക്കുന്നുണ്ട്. പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നത് കൊണ്ടാണ് യേശു വസ്ത്രം ധരിച്ചത്. വസ്ത്രം ധരിക്കേണ്ടി വന്നത്. എങ്ങനെ? എന്നാൽ പാപജടത്തിലല്ലെന്നും പാപജടത്തിന്റെ സാദൃശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വ്യക്തമാക്കാനാണ് മാരരൂപമലയിൽ വെച്ച് തേജസ്സിന്റെ ആലതല്ലലിൽ എന്റെ കർത്താവ് ഒന്ന് വെളിപ്പെട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ വസ്ത്രം അങ്ങോട്ട് മിന്നാൻ തുടങ്ങി, മിനുങ്ങാൻ തുടങ്ങി. ഭയങ്കര തേജസ്സവനെ അങ്ങ് ചുറ്റി. മോശ പണ്ട് പർവ്വതത്തിലായിരുന്നപ്പോൾ 40 രാവും 40 പോലും പുറത്തിലാണ്. മുഖത്തിന്റെ തൊക്കൊന്ന് മിന്നാൻ തുടങ്ങി, പ്രകാശിച്ചു. താഴെ വന്നപ്പോ ഇസ്രായേൽ അയ്യോ കണ്ണൻ ചിത്ത കണ്ടു. ഇതിന് മൂത്രം നോക്കാൻ മേല. എന്ത് ചെയ്തു? ഒരു മൂടോടെ പഠിച്ചിട്ട് ഈ പുട്ട് ഓൺ ദ ഫേസ്.
and that radiance was concealed. ഒരു മൂടുപടം ഇട്ടപ്പോൾ അതത് ഒതുക്കിപ്പോയി, പിന്നെ മനുഷ്യൻ നോക്കാം. എന്നാൽ ഇവിടെ യേശുവിന്റെ കാര്യം നോക്കി അങ്ങനല്ല. മോശയുടെ കാര്യം പുറത്തു നിന്നൊരു തേജസ് ഇങ്ങോട്ട് വന്ന് അതൊന്ന് റിഫ്ലക്ട് ചെയ്തതേ ഉള്ളൂ, പതിച്ച് റിഫ്ലക്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ കർത്താവിന്റെ കാര്യത്തിൽ അങ്ങനല്ലായിരുന്നു. കർത്താവിന്റെ ആന്തരിക ആളത്വത്തിൽ നിന്ന് പ്രഭാപൂരം പ്രസരിച്ചു. Divine glory started emanating from his inner person. അകത്തൂന്നങ്ങോട്ട് തേജസ് പുറത്തോട്ട് വന്നു. പുറത്തോട്ട് വന്ന തേജസ് അവന്റെ വസ്ത്രം കൊണ്ട് കൂടെ തുളച്ചു പുറത്തു വന്നു. വസ്ത്രത്തിന് അതിനെ മൂടാൻ കഴിഞ്ഞില്ല. തുളച്ച് പുറത്തോട്ട് വന്ന് അവൻ തേജസ്സിന്റെ ആരാധനയിൽ വെളിപ്പെട്ടു. ഓ, എന്തൊരു സ്തോത്രം. ആദാം ഹവ്വയും അങ്ങനെയായിരുന്നു ആദ്യം ഇരുന്നത്. നമ്മളിപ്പോ ഗതികേടിലായി. ഇനി നമ്മൾ അങ്ങനെ ആകാൻ പോവാ. അവൻ ബന്ധത്തിലാകുമ്പോൾ അവനെ താണ്ടിക്കുമ്പോൾ തന്നെ കാണുന്നവരോട് സദസ്യന്മാർ 1:5 പറയുന്നുണ്ട്. 3:1 വാക്യത്തിൽ പറയുന്നു. ആട്ടെ, അപ്പം ശരീരം വിലക്കി സ്വയബോധത്തിന്റെ ഘടകമല്ലേ ദേഹി. Soul is a self-conscious part. That part became corrupt. That is the seat of sin. That part became corrupt. ഞാൻ എനിക്ക് എന്റെ ഗ്രാബിംഗ് ദൈവം പോലും എനിക്കാണ്. മനസ്സിലായോ? സെൽഫായി കേന്ദ്രം എനിക്ക്. ആത്മാവിന് എന്ത് പറ്റിയെന്നറിയാമോ? ആത്മാവ് ചത്തുപോയി. So the spirit passed into a death like a swoon എന്നാണ് തിയോളജി പറയുന്നത്. മരണതുല്യമായ ഒരു അബോധാവസ്ഥയ്ക്ക് വിധേയപ്പെട്ടു. മരണതുല്യമായ അബോധാവസ്ഥയ്ക്ക് വിധേയപ്പെട്ടപ്പോൾ ദൈവബോധം വരുന്നത് ആത്മാവ്. സ്തോത്രം. ഈ അബോധാവസ്ഥയ്ക്ക് വിധേയപ്പെട്ടതിനാൽ സ്തോത്രം ദൈവവുമായി വ്യക്തിബന്ധമില്ല. ദൈവം നിങ്ങൾ വിചാരിച്ച് എനിക്ക് കാണുന്നുണ്ട്, പക്ഷെ വെട്ടമില്ല, കണ്ണിന് കേടാ, സങ്കല്പിക്കുക. കണ്ണിന്റെ വെട്ടം പോയാൽ ഞാൻ ചോദിക്കും, വെളിച്ചമോ? അങ്ങനെ ഒന്നില്ല. മനസ്സിലായോ? ശക്തിയേറിയ വെട്ടം കൊണ്ട് അടിച്ചിട്ട് നിങ്ങൾ വെളിച്ചം കത്തിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാകില്ല. വെളിച്ചമില്ലെന്ന് പറയും. എന്തുകൊണ്ടാ? വെളിച്ചമില്ലാഞ്ഞിട്ടല്ല, വെളിച്ചവുമായി ബന്ധപ്പെടാൻ എന്നിൽ ഫാക്കൽറ്റി ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്. Because I have lost my faculty to commune with light, I may say that there is no light. This is what happens in the world today. People say that there is no God, show me. ദൈവമില്ല, അത് കാണിച്ചിരുന്നു. എന്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് കാണിച്ചു തരാൻ ഒക്കത്തില്ല. കാര്യം ദൈവം ആത്മാവാ. നിന്നിലെ ആത്മാവ് ചൈതന്യമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ആത്മാവായ ദൈവത്തെ നിനക്ക് കാണിച്ചു തരാൻ ഒക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ആത്മാവിൽ മരിച്ചു, ആത്മാവിന് കുഴപ്പം പറ്റിയത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ആരാണ് ആത്മീക മരണം? ദൈവവുമായി വ്യക്തിബന്ധമില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമം തോന്നല്ല, സത്യമാ. നിങ്ങൾ ആത്മാവിൽ ചത്തിരിക്കുക. അതിക്രമങ്ങളിലും പാപങ്ങളിലും കുറെ പേരുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സങ്കല്പമില്ല. എങ്ങനെ you want what's your experience when you pray? You just get into an imaginary world of black house and things, huh? Is it not? How many of you have that inner experience that God is right there listening to me? ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ആ സന്തോഷം എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ദൈവമായ വ്യക്തിപരമായ ബന്ധം എന്റെ കൂടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നുകയില്ല. അങ്ങനെയുള്ളവർക്ക് ഒറ്റപ്പെടാൻ നോക്കുകയില്ല. സ്തോത്രം. നോക്കണേ, ലോകത്തിന് കൊടുക്കാൻ ഏറ്റവും വലിയ ശിക്ഷ ഏകാന്തമാണ്. ആ ശിക്ഷ കൊടുക്കാൻ ഇവന് കൊടുക്കാൻ ലോകത്തിനൊക്കത്തില്ല. അവൻ ലോകം പരാജയപ്പെട്ടിരിക്കുകയാണ്. കാര്യം യേശുവിനെ പുറത്തിട്ട് കൂട്ടാവുന്ന ഒരു തലമുറയും ലോകത്തിനില്ല. എപ്പോഴും ദൈവ കൂട്ടായ്മയുടെ ആനന്ദം ഒരു ദൈവത്തിൽ അനുഭവിക്കുക. എത്ര പേരുണ്ടോ അനുഭവിക്കുന്നത്?
കർത്താവിന്റെ സാന്നിധ്യത്തിലെ ഊഷ്മളമായ അനുഭവം, കൂട്ടായ്മ, നിത്യജീവൻ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുക. ഇത് നിത്യമായി നീട്ടിവെക്കാനുള്ളതാണ്. എന്റെ കുടുംബത്തോടുള്ള കൂട്ടായ്മ ഇപ്പൊ ഹൃദയം കൊണ്ട് മനസ്സിലും ഉണ്ടെങ്കിലും ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ശാരീരികം കൊണ്ട് അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ കർത്താവുമായുള്ള കൂട്ടായ്മ ലോകത്തിൽ എവിടെയായിരുന്നോ ഇതെന്തൊരു ഭാഗ്യമാണ്, ഇതെന്തൊരു ഭാഗ്യമാണ്. ചില പാട്ടുകൾ എന്തോ ഒരു ആനന്ദം ഈ ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ള പാട്ടുകൾ പഠിക്കും സാധാരണ പാടാറില്ലെന്ന് പറഞ്ഞ് സങ്കടം തോന്നുന്നു. എന്റെ കർത്താവ് കൂടുണ്ട്, അതുകൂടിയുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് മൂളിപ്പാട്ടായി പാടിക്കൊണ്ടുണ്ടായിരുന്നു. ഒരു ദൈവത്തിൽ നിന്നൊരു മൂളിപ്പാട്ടാണ്. മൂളിപ്പാട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായത് ഇതൊരു ദൈവത്തിനെ മനസ്സിൽ പാടിക്കൊണ്ടാണ്. അതാണ് അങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാനത് വായിക്കാൻ സമ്മതിക്കാറുണ്ട്. എന്റെ പരമാനന്ദമായ ദൈവത്തിന്റെ കണ്ട് അതെ അവർക്ക് എന്ത് വേണം? ആത്മാവിൽ ചൈതന്യപ്പെടണം. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ വീണ്ടും ജനനം, വീണ്ടും ജനനം. ആത്മാവിൽ അപ്പൊ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുക. നോക്കേ, ഞാൻ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുക. ആത്മതമുണ്ടായ പേടിക്കല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങള് ഇച്ചിരി ശാരീരികമൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുക, ഒരു ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് കൂടുതൽ ചെക്കിങ് വേണമെന്ന് പറഞ്ഞു. 3-5 ദിവസം നീണ്ടു ചെക്കിങ് കഴിഞ്ഞപ്പോ പറഞ്ഞിരിക്കട്ടെ, പേടിക്കല്ലേ കേട്ടോ. അയ്യോ അപ്പഴി തകരാറില്ല കേട്ടോ. എന്നാ ഡോക്ടർ, കിഡ്നി രണ്ടും മൈനം ചെയ്യുന്നില്ല, ലിവറും പോയി. നിങ്ങൾ അതിനെ എത്ര സീരിയസ് ആയിട്ട് എടുക്കും? സാരമില്ല, ഞങ്ങള് വിശുദ്ധമായിട്ട് കാണാനൊന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുക, പോയിട്ട് വരാം പറയുന്നു. അതേറ്റവും സീരിയസ്. എന്ത് വേണം ഡോക്ടറെ ചോദിക്കല്ലേ? വെല്ലുവിളികളും പോണോ? എന്തു വേണോ? ഇതുപോലെയാണ് അന്ന് അവിടെ ജനം ചോദിച്ചത്. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മനസ്സാക്കപ്പെടാം. നമ്മുടെ നഷ്ടപ്പെട്ട അവസ്ഥയെ കുറിച്ച് ഉത്ബോധം. ഞാൻ പാപം ചെയ്തു പോയി, കുഴപ്പമില്ല. അയ്യോ, ദൈവത്തിന് മുമ്പ് ഞാൻ കുറ്റക്കാരനാ, ശിക്ഷായോഗ്യനാതെ മരണത്തിന് വിധിക്കപ്പെടാതെ മരണത്തിന് വിധിക്കപ്പെട്ട. പേടിക്കണ്ട. നിന്റെ മരണമേ യേശുവിന്റെ രക്തത്തിൽ നിനക്ക് വിടുതലുണ്ട്. നിന്റെ മരണം ഏറ്റെടുത്തിരിക്കുകയാണ്. പാപത്തിന്റെ ശിക്ഷയായ ത്രിവിധ മരണത്തിൽ നിന്ന് നിനക്ക് വിടുതലുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ആ മരണം എന്റെ മരണമാണെന്ന് അംഗീകരിക്കണം. ആ മരണം നിന്റെ മരണമാണെന്ന് നീ അംഗീകരിക്കുന്നെങ്കിൽ അതുകൊണ്ട് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റു പറയണം. അടുത്തത് ആ മരണത്തിൽ പങ്കാളിയാണ്. വിശ്വാസാനന്തരമുള്ള ജലസ്നാനത്തിൽ നീ അവനെ അനുസരിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവനെ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇതൊന്നും വാട്ടർ കമ്പാർട്ട്മെന്റിലല്ല, എല്ലാം ഓവർലാപ്പിംഗ് ആയിട്ട് കിടക്കുന്നതാണ്. കേൾക്കുന്നുണ്ടോ? മാനസാന്തരപ്പെട്ട് എത്ര പേര് ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ട പോലെ നാടുണ്ടോ? അതെങ്ങനെ ചെയ്യാമോ? സ്തോത്രം. ഇത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അടിസ്ഥാന ഉദ്ദേശത്തിൽ പെട്ടതല്ലെന്ന് തോന്നുന്നില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കേട്ട് പറയാം. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെന്ന് നമുക്കറിയാം. എന്താ ശിക്ഷ? പാപത്തിന് ശമ്പളമായ 3 വിധ മരണ ശിക്ഷ. ഈ 3 വിധ മരണത്തിൽ നിന്നും എന്റെ കർത്താവിനെ വിടുവിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, എന്റെ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞിരിച്ച് എനിക്കോ യോഹന്നാൻ സാക്ഷ്യത്തിന് വലിയ സാക്ഷ്യമുണ്ട്. എന്റെ പിതാവ് അനുഷ്ഠിപ്പാൻ എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ആരാണെന്ന് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞ ശേഷം എന്റെ പൊന്നു കർത്താവ് സ്തോത്രം മരിച്ചവരിൽ 3 പേരെ ഉയർപ്പിച്ചു. സ്തോത്രം. എങ്ങനെ? സ്തോത്രം. മരിച്ചവരിൽ 3 പേരെ എന്റെ കർത്താവ് ഉയർപ്പിച്ചു. യോഹന്നാൻ സുവിശേഷം 10-25 യോഹന്നാൻ 10:25. സ്തോത്രം. യോഹന്നാൻ 10:25.
യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിച്ചു. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകും. കേട്ടോ, എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു. കേട്ടേ, യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം എന്താണ്? അടയാളങ്ങളാണ്. എന്താ അത്ഭുതവും അടയാളം? നമ്മൾ ഇതെന്താ വ്യത്യാസം പറയാം. കാര്യമായ വ്യത്യാസമുണ്ട്. സ്തോത്രം. അടയാളം അതിൽ തന്നെ പൂർണ്ണമല്ല. അടയാളം അതിൽ തന്നെ പൂർണ്ണം അല്ല. ഞാൻ ഉദാഹരണം പോലെ പറയാറുണ്ട്, കേൾക്കണേ. സ്തോത്രം. അതായത് വഴിയെ പോകുന്നേ ഒരു വെളുത്തൊരു ബോർഡ്, അതിന്റെ നടുക്കൊരു ചുവന്ന വൃത്തം, അതിന്റെ നടുക്ക് ഒരു കുരിശടയാളം, താഴെ ഒരു ആരോ മാർക്ക്, അക്ഷരങ്ങളൊന്നുമില്ല. കണ്ടാ എന്താ മനസ്സിലാവും? അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഒരു ഹോസ്പിറ്റൽ, ആ ഡയറക്ഷനിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് മനസ്സിലാവും. സൈക്കിളിൽ പോകുമ്പോൾ വീണു, കാലുമുട്ടി. ഉടനെ ആ വഴിയെ പോയതാണ്, എന്ത് പറ്റി? വീണ് ചില കാലൊക്കെ കഴിഞ്ഞു. അത് ടിച്ചിങ് ലക്ഷം വീണു, അത് എടുക്കണം. ഹോസ്പിറ്റൽ അതാണ് ഹോസ്പിറ്റലാണ്. കണ്ടില്ലേ അവിടെ ഹോസ്പിറ്റൽ ഉണ്ടോ? ചൂണ്ടിക്കാണിച്ച് അയാളെ ഇവിടെ പോയി. അപ്പൊ നമ്മൾ നോക്കി, അതാ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു. നമ്മൾ ആ ബോർഡിന്റെ കീഴിൽ ചെന്ന് എനിക്കൊരു ടി ഇഞ്ചക്ഷൻ വേണേ, ഇതൊന്ന് ബാൻഡേജ് വേണ്ടി പറഞ്ഞാൽ നടക്കൂ? ഇട പിന്നെ അത് ഹോസ്പിറ്റലല്ല, ഹോസ്പിറ്റലിലേക്കുള്ള അടയാളമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ അതിൽ തന്നെ പൂർണ്ണമല്ല, യേശുവിലേക്ക് വെല്ലുവിടുന്നതാണ്. അടയാളമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളിൽ അത്ഭുതത്തിന്റെ പുറകെയല്ലോണ്ട് യേശുവിന്റെ പുറകെ പോകണം. യേശുവിന്റെ ആഴത്വത്തിന്റെ ആ ശ്രേഷ്ഠതയെ വ്യക്തമാക്കാത്ത ഒരത്ഭുതം യേശുവിൽ നിന്നുണ്ടാകില്ല. ആത്മീയ വർധന വരുത്തുകയും ദൈവവുമായുള്ള ബന്ധത്തിലെ അടുത്ത പടിയത്തിനെ ഉയർത്തുകയും ചെയ്യാത്ത സ്തോത്രം ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഞാൻ പറയുന്ന മനസ്സിലാകുന്നതിന് വിശ്വസിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ എന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളാണെന്ന് പറഞ്ഞേച്ച് അടയാളമായി 3 പേരെ ഉയർപ്പിച്ചു. 3 പേരെ ഉയർപ്പിച്ചാണ് തിരുവഴുത്തിലുള്ളൂ. യായിറോസിന്റെ മകള്, നൈനിലെ വിധവയുടെ മകനെ, 3 നൂറുകണക്കിന് ആളുകൾ യേശുവിന്റെ ശിശുവിടെ മരിച്ചു. 100 കണക്കിന് ആളുകൾ. ഈവൻ ജോസഫ് പോലും കർത്താവിന്റെ പരശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരിച്ചെന്നാണ് ക്രൈസ്തവ പാരമ്പര്യം പറയുന്ന പുസ്തകത്തിന്റെ സൂചനയോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോസഫ് എന്ന് പറഞ്ഞാൽ മറിയുടെ ഭർത്താവേ, ജോസഫ് അതിന് മുമ്പ് മരിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്മയും സഹോദരന്മാരും തന്നെ ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ കാണാൻ വേണ്ട കാര്യം പറയുന്നത്. അതുകൊണ്ടാണല്ലോ കുരിശിന്റെ മീൻസ് ചുവട്ടിൽ വേദനയോട് നിൽക്കുന്ന മറിയെ നോക്കിക്കൊണ്ട് യോഹന്നാൻ നോക്കിയിട്ട് പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞ് മൂത്ത മകൻ എന്ന നിലയിൽ അമ്മയെ സംരക്ഷിക്കാനുള്ള തന്നെ കടമ അവിടെ നിവർത്തിക്കുക. യോസഫ് അതിലൂടെ മരിച്ചു. പക്ഷെ യോസഫിനെ പോലും ഉയർപ്പിച്ചില്ല. 3 പേരെ മാത്രം ഉയർപ്പിച്ചാൽ തിരുവെഴുത്തിലുണ്ട്. കാര്യം എന്താ? പാപത്തിന്റെ ശമ്പളം 3 വിധ മരണമാണ്. ഈ 3 വിധ മരണത്തിൽ നിന്നും ഞാൻ നിന്നെ ഉയർപ്പിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്താനായിട്ടാണ് യേശു മരിച്ചവരിൽ 3 പേരെ ഉയർപ്പിച്ചത്. നീ മരിച്ചിരിക്കുന്നു എങ്കിലിതാ യേശു നിന്റെ 3 വിധ ശിക്ഷയിൽ നിന്നും ഉയർപ്പിക്കാൻ, വിടുവിക്കാൻ ശക്തനായി. നിന്റെ ശിക്ഷ അവർ ഏറ്റു. സ്തോത്രം. കാരണം ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണ്. നീതിമാനായതുകൊണ്ട് സ്നേഹത്തിന്റെ പേരിൽ നീതിയുടെ നേരെ കണ്ണടക്കിയത് എന്റെ എത്ര തോമസാ, അവന്റെ കാര്യം ഞാൻ വിവരിക്കാം. അയ്യോ അതൊക്കെ കർത്താവ് ചെയ്യുക. സ്നേഹത്തിന്റെ പേരിൽ നീതിയുടെ നേരെ ദൈവം കണ്ണ് അടയ്ക്കയില്ല. അതുകൊണ്ട് മരണം എന്റെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ മരണം എന്നിൽ നിവർത്തിച്ച് നീങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ആ മരണം എന്നിൽ നിവർത്തിച്ച് നീങ്ങണം. അതുകൊണ്ടാണ് യേശുവിന്റെ മരണം എന്റെ മരണമെന്നാണ് ഓരോരുത്തരും അംഗീകരിക്കേണ്ടത്. സ്തോത്രം. ഗലാത്യർ 2:20 വായിച്ചാട്ടെ. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. വളരെ നന്ദി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്റെ കൂടെ വരണേ നിങ്ങൾ. ഹല്ലേലൂയ. ഈ ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വന്നോ? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ മരിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? കേട്ടെ, നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ പാപം ചെയ്തതേക്ക് മരിക്കണമെന്നുള്ള നീക്കമില്ലാത്ത വ്യവസ്ഥയാണ്. സൗകര്യമായി ഇവിടെ മുനിസിപ്പൽ കോടതി ഒരു വിധി പറഞ്ഞാൽ അതിന് മേളിലൊരു കോടതി അത് ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ നടപ്പാക്കും. ശരിയല്ലേ? എങ്കിൽ ദൈവത്തിന്റെ കോടതി പാപിയുടെ മേൽ മരണം വിധിച്ചാൽ അത് മാറ്റാൻ ദൈവകോടതിയുടെ മേളിൽ വേറെ കോടതിയില്ല. പക്ഷേ ആ ദൈവ കോടതിയിൽ നിന്ന് അതിലൊരു നീക്കുപോക്കുണ്ട്. മറക്കല്ലേ? ആ നീക്കുപോക്ക് എന്താ? യേശുവിന്റെ മരണം നിന്റെ മരണമാണത്. നീ അംഗീകരിക്കുക. അത് ഹൃദയം കൊണ്ട് വിശ്വസിക്ക. വായു കൊണ്ടേറ്റ് പറ, ആ മരണത്തിൽ പങ്കാളിയാക. റോമർ 8:2 വായിച്ചാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കേട്ടോ, മരിക്കണം. വായിച്ചു. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ മുകുന്ദത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് എത്ര വാക്കുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. മരണത്തിൽ പങ്കാളി. സ്തോത്രം. പാപസംബന്ധമായി മരിച്ചവരാണെങ്കിൽ ഞാൻ ജീവിക്കട്ടെ. എങ്ങനെ? അല്ലെ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിട്ട് അറിയുന്നില്ല. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളാക്കുന്ന സ്നാനത്താലോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിനെ ഞാൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. If you want to be free from the punishment of sin, you have to die, because death is decreed on the sinner. ഓരോ പാപിയുടെ മേലും മരണം വിധിച്ചിരിക്കുക. ഞാൻ പാപിയെന്ന് ഉത്ബോധം വന്നവൻ, മരണം എന്നെ വിധിക്കപ്പെട്ടിരിക്കുന്ന ഉത്ബോധം വന്നവൻ ആ മരണത്തിൽ പങ്കാളിയാകുവാൻ തന്നെ ബോധപൂർവ്വം സമർപ്പിക്കുക. ഞാൻ എന്തു വേണമെന്ന് ചോദിക്കുന്ന ഒരുത്തനെ ശരിക്കും മാനസാന്തരത്തിന്റെ ചുവടിലേക്ക് നടക്കാൻ കഴിയുള്ളൂ. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം. മരണത്തിൽ പങ്കാളിയാകുക. കാരണം മരണം എന്റെയും നിങ്ങളുടെ മേൽ വിധിച്ചിരിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ പേരിലൊരു സമൻസ് ഉണ്ട്, ഒരു കോടതി സമൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വെല്ലുവരെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഓർഡർ ഉണ്ട്, ഒരു വിധി പാസ്സായിരിക്കുന്ന പറഞ്ഞാൽ എത്രയധികം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കോടതി മരണവും നരകവും എന്റെയും നിങ്ങളുടെയും വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് രക്ഷ പ്രാപിക്കാൻ നാം എത്രയധികം പ്രോത്സാഹനം കാണിക്കും, എത്രയധികം തിടുക്കം കാണിക്കും. എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. അത് യേശു നമുക്ക് പറഞ്ഞു മരിച്ചു. എന്റെ മരണം നിന്റെ മരണം അംഗീകരിക്കുന്നത് പറയുക. ആ മരണത്തിൽ പങ്കാളിയാകുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സ്തോത്രം ദൈവനീതി നിവർത്തിച്ച് നീങ്ങാൻ ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസാനന്തരമുള്ള ജലസ്നാനം. സ്തോത്രം. അടുത്തൊന്ന് പറഞ്ഞോട്ടെ, ഇത് വെറും ഒരു കൽപ്പന അനുസരിക്കുന്ന ലാഘവത്തോടെ ചെയ്യാനുള്ളതല്ല. നമ്മളെപ്പോഴും ഒന്ന് പറയുമെങ്കിലും ഋഷിക്കോട് കൽപ്പന അനുസരിച്ച് ചോദിക്കും. ഉദ്ദേശിക്കുന്നത് എന്താ? കേട്ടോ, അത് നമ്മൾ പുസ്തകത്തോട് കൂട്ടിച്ചേർത്തതാ. വേദപുസ്തകത്തിൽ സ്നാനത്തെ ഒരു കൽപ്പനയായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനിതിലെ 2-ാം ദിവസം ഇങ്ങോട്ട് പറഞ്ഞു. പുതിയ നിയമത്തിൽ 2:2 പ്രധാനമായിട്ട് കൽപ്പന വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? മാനസാന്തരവും സ്നേഹിക്കുക,
സ്നാനം ഒരു കൽപ്പനയല്ല, സ്നാനം ഒരു ഉപദേശമാണ്. വ്യക്തമായില്ലായിരിക്കും. സ്തോത്രം. പറയാം, കൽപ്പനയാണ് ചെയ്തത് വിടാനുള്ള, ഇത് ചെയ്തു വിടാനുള്ളതല്ല, ഒരനുഭവത്തിനായുള്ള ഏൽപ്പിച്ചു കൊടുക്കലാണ്. മനസ്സിലായില്ല? പറയാം, ഉദാഹരണം പറയാം. ഡീറ്റെയിൽസ് പറയുന്നില്ല, നടന്നൊരു സംഭവമായിട്ട് ഞാൻ ഇച്ചിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു യൂറോപ്യൻ രാജ്യത്ത് പണ്ട് കുടിയേറിയ 2 കുടുംബങ്ങൾ, 2 ഗൃഹനാഥന്മാരും ഒന്നിച്ച് പഠിച്ചവരാണ്, ഇന്റിമേറ്റാണ്. ഇവർ 2 പേർക്കും ഓരോ മക്കളുണ്ടായിരുന്നു, ഒരു മോനും ഒരു മോളും. അവരുടെ പ്രായത്തിൽ വളരെ ചേരുന്നവര്, എല്ലാവരും യോഗ്യതയുള്ള 2 പിള്ളേർ. അപ്പോ അധികം മലയാളി കമ്മ്യൂണിറ്റി ഇല്ലാത്ത രാജ്യമായതുകൊണ്ട് ഇവരുടെ വിവാഹം ഒരു നേരത്തെ കൂട്ടിയാക്കി മനസ്സുണ്ടാക്കി തീരുമാനിച്ചു. 2 കുടുംബങ്ങളും അങ്ങനെ നാട്ടിലുള്ള കുടുംബക്കാരും എല്ലാം ഇവരെ വിവാഹിതരാകുന്നു എന്നൊരു ചിന്തയാണ്. ഇതിനുവേണ്ടി ആ പെണ്ണിന്റെ മനസ്സ് ഒരുക്കിയിരുന്നു, പെണ്ണിനെ അതിനുവേണ്ടി ഒരുക്കിയിരുന്നു. പക്ഷെ ചെറുക്കന്റെ വീട്ടുകാരൻ അവനെ അതിനുവേണ്ടി മാനസികമായിട്ട് ഒരുക്കിയിരുന്നില്ല. ഒടുവിൽ പ്രായപൂർത്തിയൊക്കെ ആയപ്പോൾ ഇവർ ഔപചാരികമായി കല്യാണം പ്രപ്പോസ് ചെയ്തപ്പോഴാണ് we have you as man and wife as in our mind for many years. അങ്ങനെ പറയാൻ നോക്കത്തില്ല. നാട്ടിലെല്ലോ നിങ്ങളുടെ കല്യാണം ഏത് സമയത്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ഒടുവിൽ എന്തിന് നീണ്ടൊരു കഥ ചുരുക്കി പറയണം, നീണ്ടൊരു സംഭവം ചുരുക്കി പറയുകയാണ്. ഒത്തിരി കഴിഞ്ഞു. അപ്പൻ പറഞ്ഞു, എടാ നീ ഈ നാട്ടുകാരി ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് ഈ വീട്ടിൽ വരുന്നതിനേക്കാൾ പേര് ഞാൻ മരിക്കുക. ഈ മാലാഖ പെണ്ണിനെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഇവളെ നീ കല്യാണം കഴിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യമാണ്, ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, അതെല്ലാത്തിലും മാന്യമാണ്. ഭയങ്കര പ്രഭാതം. ഒടുവിൽ ചെറുക്കൻ ഒട്ടും ക്ലീൻ ചെയ്യുന്നില്ല, കീഴ്പ്പെടുന്നില്ല. അവസാനം അപ്പം പറഞ്ഞടാ, ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് നീ അവിടെ വേറെ ആരെങ്കിലും കിട്ടിക്കുന്നു. ഞാൻ കഴിക്കത്തില്ല, ഭക്ഷണം കഴിക്കരുത്, ജോലിക്ക് പോകുന്നില്ല, ഭക്ഷണം കഴിക്കത്തില്ല, നിരാഹാരം പോലെ ഞാൻ മരിക്കട്ടെ. ഒടുവിൽ പട്ടിണി കിടക്കുക. 2-3 ദിവസം പട്ടിണി കഴിയുമ്പോഴത്തേനാ എന്നെല്ലാം കേട്ടോടാ, നിന്റെ അപ്പൻ പട്ടിണി എടുത്ത് ചാതെ കണ്ടില്ലടാ. ഭയങ്കര സൈക്കോളജിക്കൽ പ്രഷറായി ചെക്കട്ടെ വേണം. വീട്ടിൽ ഭയങ്കര വിഷമം. ഒടുവിൽ ചെക്കൻ ഞാൻ നമ്മളോട് what do you want me to do? I want you to marry that angel girl and bring her as daughter to this family. ആ മാലാക്കപ്പെട്ടിനെ കെട്ടി നീ അവളെ ഈ വീട്ടിൽ മോളായിട്ട് കൊണ്ടുവരണം. അതാണ്. അല്ലേ ഞാൻ ചത്തോട്ടെ, നീ പിന്നെ ഇഷ്ടംപോലെ നടന്നു. ഭയങ്കര അല്ലെ ഞാൻ നാട്ടിൽ പോവാം, ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നു. അവസാനം ഒരു മാറ്റമില്ലേ? ഇല്ല, അതിൽ മാറ്റമില്ല. അവസാനം അമ്മയെ കൂടെ സമ്മർദ്ദിച്ച് ടീച്ചറിനെ പറഞ്ഞു, പാവം വെച്ചേക്കാം, ഓക്കെ അൽമാരിക്കാം, കല്യാണം കഴിച്ചേക്കാം. അപ്പോഴത്തേന് ഇനി ഇവരെ മനസ്സ് മാറല്ലോ. അപ്പോഴത്തേന് ഭയങ്കര ധൃതിയായി വലിയ സന്തോഷമായി പെട്ടെന്ന് കല്യാണം ഒരു മുന്തിയ ഹോട്ടലിൽ കല്യാണം അറേഞ്ച് ചെയ്തു. അമേരിക്കയിൽ ഒരു പ്രസിദ്ധനായ മാസ്റ്റർ വരുത്തി വൻകിട പരിപാടിയായി ആഘോഷമായി കല്യാണം നടന്നു. ഒരു ഈവനിങ് നൈറ്റിലെ പാർട്ടിയെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം ഇവര് ഹണിമൂണിന് പോകാനെല്ലാം അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. പെണ്ണിനെ കൂട്ടി സെക്കൻഡ് വീട്ടിൽ വന്നു. സന്തോഷം വന്നു. കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. മണവാളിനും മണവാട്ടി അവരുടെ റൂമിലിട്ട് പോയി. അപ്പം മണവാളൻ പറഞ്ഞു, അപ്പം സന്തോഷം, ഞാൻ എല്ലാം വരുന്നെന്ന് പറഞ്ഞേക്കെ പുറത്തോട്ട് പോയി. എന്റെ കാറിന്റെ നാക്ക് എടുത്തോണ്ടാ പോയത്, പിന്നെ ശ്രദ്ധിക്കാം, ഇപ്പം വരുന്നെന്ന് പറഞ്ഞ് പോയതാ. പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കേട്ടു. കാത്തിരിക്കുക. മണിക്കൂറുകൾ കഴിഞ്ഞു, ഇവിടെ ഉറങ്ങുന്നില്ല. മണിക്കൂറുകൾ വന്നു കഴിഞ്ഞു. രാത്രി 1 മണി, 2 മണി, 2:30. പോലീസിൽ പറയണോ, കൊച്ചിനെ കാണുന്നില്ല. ടെൻഷനായി. എന്ത് ചെയ്യണം? 3 മണി അടുക്കുന്നു. പോലീസിൽ പറയണോ? പോലീസ് പറഞ്ഞാൽ നാട് മുഴുവൻ കോമ്പിയും പിന്നെ ഭയങ്കര പ്രശ്നമാണ്. എന്ത് വേണം? അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ കോൾ. അമ്മയാ ചെന്ന് എടുത്തത്. മോം, വി ആർ സേഫ് ഹിയർ. ഏതോ ദൂരൊരു പട്ടണത്തിന് പേര് ഞങ്ങൾ സുഖമായിരിക്കും. എന്താണ് പറഞ്ഞത്? ഞങ്ങളോ? ആരെ? അവർക്കറിയായിരുന്നു ആ നാട്ടുകാർ ഒരു പെൺകുച്ചുമായി വലിയ രോഗിയായിരുന്നു. അതൊരു ഡ്രമാറ്റിക് ആകാനും നാടകീയമാകാനും അവരൊക്കെ പ്ലാൻ ചെയ്തു. കല്യാണം കഴിഞ്ഞു. എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ മാലാകപ്പെട്ട് ഞാൻ വീട്ടിൽ മോളായിട്ട് കിട്ടിയില്ലേ? നിങ്ങൾ പറഞ്ഞ അതുപോലെ അനുസരിച്ചില്ലേ?
നിങ്ങൾ പറഞ്ഞത് ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ അതുപോലെ ഞാൻ അനുസരിച്ചില്ലേ? എന്നെ പോലെ ഒരു ഒബീഡിയന്റ് ഐഡിയൽ ബോയ്, ടിപ്പിക്കൽ മലയാളി ബോയ് പോരെ നിനക്ക്? നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നോക്കണേ, എടാ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഇതാണോടാ? അവനങ്ങനെ പ്ലാൻ ചെയ്തു. അവനവരുടെ കൂട്ടുകാരിയും കൂട്ടി അവർ കൂട്ടണം. ഇതാ കൽപ്പന അനുസരിക്കലും അനുഭവത്തിനായി ഏൽപ്പിക്കലും എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒരു ചടങ്ങിന് വിധേയപ്പെടുന്നതുകൊണ്ട് തീരുന്നതല്ല സ്നാനം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അതൊരു കൽപ്പന അനുസരിക്കുന്ന ലാഘവത്തോടെ ഏർപ്പെടാനുള്ളതല്ല. തുടർന്നൊരു ജീവിതമില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് അർത്ഥമുണ്ടോ? കളിയാക്കുകയല്ലേ? ആ പാവം ബന്ധത്തെ ഞാൻ പരിഹസിക്കല്ലോ. കേൾക്കണേ, യേശുവിനോട് ചേരുന്നെന്നും യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്നെന്നും യേശുവിനെ ധരിക്കുന്നെന്നും ഒക്കെ പറയുന്നുള്ള സ്നാനം. ഗലാത്യർ 3:22 വായിച്ചേ. ഗലാത്യർ 3:27 ഞാൻ പറഞ്ഞ പുസ്തകത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്നു, ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി, ക്രിസ്തുവിനെ ധരിച്ചു, ക്രിസ്തുവിലായി. നോക്കണേ, ഇതെല്ലാം പറയുന്നതാണ് സ്നാനം. പക്ഷേ നിങ്ങൾ വന്നേ എല്ലാവരും എവിടെ ചെന്നാലും മറ്റേ പറയുന്നത് സ്നാനം മനസ്സിലും ഞാൻ വായിക്കൊള്ളൊക്കെ ആ ഭാഗമാണ് കാണുന്നത്. സ്നാനപ്പെട്ടേക്കാം, സ്നാനപ്പെടണം. ആരൊന്ന് ഒഴിച്ചു മുക്കുന്നത് ഒരു പാസ് ഉണ്ടെന്ന് കേട്ടു. പുള്ളിക്കാരൻ ബുക്ക് ചെയ്ത അതിനെന്താ കുഴപ്പമില്ല പോകുന്നത്. അല്ല, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു കാറും ടാക്സി ടൂറിസ്റ്റ് കാറും ഒക്കെ ബുക്ക് ചെയ്തു. ഒരു മുന്തിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി അതിന്റെ സ്വിമ്മിംഗ് പൂൾ ബുക്ക് ചെയ്തു. പോയ വഴിക്ക് പാസ്റ്റർ ഒരു കുപ്പി സ്പാഷ് ഒരു വണ്ടും കൂടെ കരുതിയിരുന്നു. ചെന്നു റൂമിൽ ചെന്ന് തുണി മാറി വന്നു. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നാമങ്ങൾ ചൊല്ലി മുക്കി പൊക്കി മുറി ചെന്ന് വണ്ടും മുറിച്ചു കൊടുത്തു, സ്പാഷ് ഒഴിച്ചു കൊടുത്തു, കറുത്ത മേശ തിരിച്ചു വരും. എല്ലാം കഴിയും. ആരും ഒരിക്കൽ ഞാനിത് പറഞ്ഞപ്പോ അവിടെ നിന്ന് ഒരു പ്രായമുള്ള അമ്മച്ചി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവം പോലും അറിഞ്ഞില്ല. ഇതാണ് ഒരു കൽപ്പന അനുസരിക്കൽ. ഒരു കൽപ്പന അനുസരിക്കൽ ലാഘവത്തോടെ പല ആളുകളും വളരെ ലാഘവത്തോടെ മരണത്തിൽ പങ്കാളിയാകുക. ഇനി ജീവിക്കേണ്ടത് ഞാനല്ല. എന്റെ കൂടെ ഉണ്ടോ? ഇനി ജീവിക്കുന്നത് ഞാനല്ല. ആ സമർപ്പണം കൊണ്ട് മരിക്കുന്നെങ്കിൽ മാത്രമേ കുഴിച്ചിടാവൂ. മരിക്കാത്തവനെ കുഴിച്ചിടരുത്. മനസ്സിലാകുന്ന വിശ്വസിക്കട്ടെ. ഇനി ഞാനല്ല ജീവിക്കുന്നത്. ഇവിടെ നമുക്കൊരു എന്റെ ഒരു സ്നേഹിതൻ മേനോൻ ഇവിടെ ഉണ്ട്. എന്റെ വേറൊരു മേനോൻ എന്ന് പറഞ്ഞ ഒരാള് ഒരിക്കൽ പറഞ്ഞ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തേച്ച് പേരിന്റെ കൂടെ ഒരു അക്ഷരം കൂടെ കൂട്ടി, ഒരു ഈയും കൂടെ കൂട്ടി. അതിന് അദ്ദേഹം എപ്പോഴും പറയും മീ നൺ. മനസ്സിലായോ? എമ്മി എന്നോ എന്നുള്ളത് മാറ്റി വെച്ച് മീ നൺ എന്ന് കഴിഞ്ഞി. സംശയം അങ്ങനെ ഞാൻ തോന്നിയെന്ന് പറഞ്ഞാൽ സത്യമാ. ഞാൻ ഇല്ല. മീ നൺ. ഞാൻ ചത്തു, ഞാൻ മരിച്ചു. ഇനി ജീവിക്കുന്ന തോമസ് അല്ല, ഒരു പുതിയ വ്യക്തിയാണ് ജീവിക്കുന്നത്. കാര്യം തോമസ് ദൈവനീതിന് മുമ്പിൽ കുറ്റക്കാരനാണ്, മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്. അതിൽ നീക്കമില്ല. മരണം എന്നിൽ നിവർത്തിച്ചു, ഞാൻ ചത്തു. എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കും. അവന്റെ മരണത്തോട് ഞാൻ ഏകീഭവിച്ചു, അവനെ ധരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനീതിയുടെ മുമ്പാകെ കുറ്റക്കാരനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനും സ്തോത്രം ദോഷിയും നഷ്ടപ്പെട്ടവനുമായ ഞാൻ, മരിച്ച് ദൈവത്തിൽ നന്ദിപ്പെട്ടിരുന്ന ഞാൻ, ആത്മാവിൽ ചൈതന്യം നഷ്ടപ്പെട്ടിരുന്ന ഞാൻ, സ്തോത്രം. ആ
ശിക്ഷാവിധിയിൽ നിവർത്തിച്ചു നീങ്ങി. അതുകൊണ്ടാണ് സ്തോത്രം ആ അനുഭവത്തിൽ പങ്കാളിയായ ഒരു വ്യക്തിക്ക് പാടാൻ കഴിയും, ഞാൻ സങ്കടങ്ങൾ സകലവും സംഹാരദൂതൻ എന്നെ. സ്തോത്രം. ഇത് ശവമടക്കല കേട്ടോ, ശവമടക്കല. അന്താരാഷ്ട്രീയ നിയമമുണ്ട്. സ്തോത്രം. പകൽ വെളിച്ചത്തിൽ ഒരു ശവസംസ്കാരം നടത്താൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ ശവമടക്കണമെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം വേണം, കോടതി വിധി വേണം. എന്തിനാ? ആ കൂട്ടത്തിൽ വേറെ തല്ലിക്കൊന്നതിനെ കൂടെ കൂട്ടത്തിൽ കുഴിച്ചിട്ട് ആരും അറിയില്ലല്ലോ. ഇന്നാര് തന്നെയാണ്, ഇന്നാര് തന്നെയാണ് അടക്കപ്പെടുന്നതെന്നുള്ള ഉറപ്പുവരുത്താൻ പകൽ വെളിച്ചത്തിലെ ശവസംസ്കാരം പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ പബ്ലിക്. എല്ലാവരും കൂടെ ഉണ്ടോ? പഴയതിന് മരിച്ചോ? പഴയതിന് അടക്കപ്പെട്ടോ? ക്രിസ്തുവിനോട് മരിച്ചോ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ? അവന്റെ മരണത്തിൽ ഞാൻ എന്റെ പാപങ്ങൾക്ക് കാരണക്കാരനായി. ക്രിസ്തു ഞാൻ പുതിയ സൃഷ്ടിയായി. എന്റെ സങ്കടങ്ങൾ കഴിഞ്ഞു. എന്റെ മേൽ വിധിക്കപ്പെട്ട വിധി നിവർത്തിച്ച് നീങ്ങി. സംഹാരദൂതന്റെ വാൾ എന്റെ മേൽ ഉയർന്നു നിന്ന വാൾ യേശു തന്നെ മേൽ ഏറ്റു. സ്തോത്രം. യേശു തന്നെ മേലേറ്റതിനാൽ ആ ദൂതന്റെ വാൾ, സംഹാരദൂതനെ കടന്നുപോയി. ഞാൻ ക്രിസ്തുവിന്റെ ഒരു പുതിയ സൃഷ്ടിയായി. ഹല്ലേലൂയ. ഇത് മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ. ഈ ഭാഗ്യകരമായ പദവിക്ക് വിധേയപ്പെട്ടവർക്ക്